അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ തിരുവചന പഠനത്തിനായി ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ പുതിയ നിയമ ശുശ്രൂഷ ന്യൂ കവനൻ്റ് മിനിസ്ട്രി എന്നുള്ള വിഷയ പഠനത്തിൻ്റെ ദൈവവചന പഠനത്തിൻ്റെ 27ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇത് കൊറോണ തുടങ്ങിയ ശേഷം നമ്മൾ 5ാമത്തെ വർഷമാണ് നമ്മുടെ സൂമിൽ നമ്മളായിരിക്കുന്നത്. ഇതിനകത്ത് നമ്മളത് 3ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഇതേ വിഷയം തന്നെ വീണ്ടും പഠിക്കുന്നത്. ന്യൂ കവനൻ്റ് എന്താണ്, പുതിയ നിയമ ശുശ്രൂഷ എന്താണ്. ഒരു അത്ഭുതം ഉണ്ടായത്, ഇത് പഠിക്കുന്തോറും പഠിക്കുന്നവർക്ക്, ഇത് ദൈവാത്മാവിൽ ആരായുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ദൈവാത്മാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം പുതിയ നിയമ ശുശ്രൂഷ, ന്യൂ കവനൻ്റ് ശുശ്രൂഷ, പുതിയ ഉടമ്പടി എന്താണെന്ന് അറിയുമ്പോഴാണ് സത്യത്തിൽ വേദപുസ്തകത്തിൻ്റെ ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകുന്നത്. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുണ്ടാകുന്നത് വരെ നിങ്ങൾക്ക് പഴയ നിയമവും പുതിയ നിയമവും രണ്ടും രണ്ടായിട്ട് തോന്നും. പഴയ നിയമത്തിൽ യഹൂദന്മാരും പുതിയ നിയമത്തിൽ ദൈവസഭയും. ഇപ്പോൾ ഞങ്ങൾ എബ്രായ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നുകൂടെ കൃത്യതയോടെ വ്യക്തതയോടെ ആഴമായി പതിയുകയാണ്. ആ ക്ലാസ്സിലുള്ളവർ എനിക്കൊന്ന് ചിലർ ലീവായില്ല അവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എബ്രായ ഭാഷ പഠനം മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ആലെഫ് എടുത്തു, ഇന്ന് ബേത്ത് എടുത്തു. അപ്പോൾ ആലെഫ് ബേത്തൊക്കെ പറഞ്ഞു വരുമ്പോൾ കൃത്യമായിട്ട് ഈ കവനൻ്റ് തെളിഞ്ഞു വരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം പുതിയ ഉടമ്പടി, ബൈബിളിനകത്ത് 6 പ്രധാനപ്പെട്ട ഉടമ്പടികളാണുള്ളത്. ആദാമി ഉടമ്പടിയെക്കുറിച്ചൊരു വലിയ വിശദാംശം നമുക്ക് കിട്ടുന്നില്ലെങ്കിലും പ്രവാചക പുസ്തകങ്ങളിൽ നിന്ന് നമുക്കത് ലഭ്യമാകുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ വന്ദനം പറഞ്ഞില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആഗതരായിരിക്കുന്ന എല്ലാവർക്കും ഉള്ള പ്രത്യേക വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നവർക്കായി സ്തോത്രം. വീഡിയോ ഓഫാകും തോറും നമ്മുടെ ക്ലാസ്സുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ വലിയ ശല്യമില്ല എന്നെക്കുറിച്ച്. ഇനി നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ആ ഭാഗത്ത് പോയി എന്നെ നിങ്ങൾക്ക് കിട്ടുകയില്ല. ഈ വെള്ളിയാഴ്ച ദൈവം അനുവദിച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ അടുത്ത മിഷൻ ട്രിപ്പായിട്ട് പോവുകയാണ്. ദൈവാത്മാവ് കാണിച്ച കാഴ്ചകളാണ് അതിൻ്റെ പുറകിലൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത്. കഴിഞ്ഞ 40 days ഫാസ്റ്റിങ്ങിലാണ് ഞാൻ ഈ വർഷം പോകുന്നില്ലെന്ന് ചിന്തിച്ചതാണ്. കാരണം ചർച്ചിൽ നല്ലൊരു മൂവ് നടക്കുന്ന സമയമാണ് തൃശ്ശൂർ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകമായ മൂവ് നടക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ബ്രദർ സദാശുഭത്തിലുണ്ടല്ലോ, ഹെവനിൽ പോകുന്ന അനുഭവം ഉണ്ടായി. സ്പിരിച്വൽ റിലങ്ങൾക്ക് ഭയങ്കര ചേഞ്ച് ഉണ്ടാകുന്നു, ഭയങ്കരമായ ഓപ്പണിങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മൂവ് നടക്കുന്ന സമയത്ത് പോകുക എന്നുള്ളത് ഒരു ശുശ്രൂഷയെ സംബന്ധിച്ച് വിഷമമുള്ള കാര്യമാണ്. എന്നാൽ മറുഭാഗത്ത് എത്ര വലിയ ഉണർവ് ശമരിയിൽ നടക്കുകയാണെങ്കിലും നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ ദൈവാത്മ പറഞ്ഞാൽ പോവുക എന്നുള്ളത് ഒരു ഫിലിപ്പോസിൻ്റെ ഹൃദയത്തിനകത്തുള്ള സമർപ്പണമാണ്. കാരണം പോകുന്നത് നിർജ്ജന പ്രദേശത്തേക്കാണെങ്കിലും അവിടെ കാണാൻ പോകുന്നത് ഒരു ഷണ്ണനെയാണെങ്കിലും ആ ഷണ്ണനിൽ കൂടെ ഒരു രാജ്യം കർത്താവിനെ കാണാനായിട്ടുള്ള സാധ്യതകൾ അവൻ്റെ പുറകിലുണ്ട്. പോട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, തിരിച്ചു വരുന്നു. അപ്പോൾ നമ്മൾ പുതിയ ഉടമ്പടിയെക്കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. ന്യൂ കവനൻ്റിൻ്റെ റെവലേഷൻ എനിക്ക് തോന്നുന്നു ചിലർ ഇതിനകത്ത് ഇന്ന് കഴിഞ്ഞ സെക്ഷനിൽ പങ്കെടുത്തവരുണ്ടെന്ന് തോന്നുന്നു. അവരെ അറിവിലേക്കായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. 6 ഉടമ്പടികളിൽ ആദാമ്യ ഉടമ്പടി അത് ആദാം ലംഘിച്ചു. നോഹൈക ഉടമ്പടിയുടെ അനുഗ്രഹം ഇപ്പോഴും നമ്മുടെ മേലുണ്ട്. അതുകൊണ്ടാണ് ഭൂമി മുഴുവനും ഇനി ഒരിക്കലും വെള്ളപ്പൊക്കത്താൽ നശിക്കുകയില്ല. അതിനുശേഷം വന്ന മോശൈക ഉടമ്പടി ദൈവാത്മാവ് എടുത്തു മാറ്റി, പുതിയ നിയമത്തിൽ ഇത് എടുത്തു മാറ്റി. അതിന് ശേഷം വന്ന മോശൈക ഉടമ്പടിക്ക് മുമ്പ് വന്ന ഉടമ്പടിയാണ് അബ്രഹാമ്യ ഉടമ്പടി, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ. അപ്പോൾ അബ്രഹാമ്യ ദാവീദ്യ കവനന്റുകളുടെ നിവർത്തിയാണ് പുതിയ ഉടമ്പടി. അബ്രഹാമ്യ അനുഗ്രഹത്തിനകത്ത് ഉടമ്പടിക്കകത്ത് പ്രധാനമായ 3 വാക്തത്വങ്ങൾ, 7 ഉണ്ട്, കൂടുതലുണ്ട്, 50 വാക്തത്വം വരെ അതിനകത്തുണ്ട്. പ്രധാനമായത് 3. ഞാൻ നിനക്കൊരു സന്തതിയെ തരും, ഞാൻ നിനക്കൊരു ദേശം തരും, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമ്യ കവനന്റ്. ഈ അബ്രഹാമിനോട് പറഞ്ഞ ഉടമ്പടിയുടെ നിവർത്തിയാണ് യേശുക്രിസ്തുവിന്റെ വരവ്. അർത്ഥാൽ പഴയ നിയമം പുതിയ നിയമം രണ്ടും രണ്ടല്ല. പഴയ നിയമം 39 പുസ്തകങ്ങളാണ്. ആ ഉടമ്പടിക്കകത്ത് പറഞ്ഞ ആ പുസ്തകത്തിനകത്ത് പറഞ്ഞ വാക്തത്വങ്ങൾ നിവർത്തിക്കപ്പെട്ടവ യേശുക്രിസ്തുവിന്റെ വരവിലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാക്തത്വം ലഭിച്ചു. സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ല, സന്തതി എന്ന ഏകനെ കുറിച്ചത്രേ ആ സന്തതി ക്രിസ്തുവാണ്.
അപ്പൊ അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതി ക്രിസ്തുവാണ്. അതൊക്കെ ഞാൻ വിശദമായിട്ട് എടുത്തതാണ്. പഴയ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ പോവുക, എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. ഇനി ആ അബ്രഹാമിന്റെ സന്തതി ക്രിസ്തുവാണോ നമ്മളാണോ? അബ്രഹാമിന്റെ സന്തതി ക്രിസ്തുവാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ട് സ്നാനത്താൽ ഈ കുറെ ആൾക്കാർ സ്വർഗത്തിൽ പോകാൻ വേണ്ടി സ്നാനപ്പെട്ട ആൾക്കാരുണ്ട്. അബദ്ധമാണ് കേട്ടോ. സ്നാനപ്പെട്ടവർ സ്വർഗത്തിൽ പോകാനല്ല. സ്നാനപ്പെട്ടവർ ജീവനിൽ ജീവിച്ചാൽ ഹെവനിൽ പോകും, നിത്യതയിൽ പോകും, സംശയമില്ല. പക്ഷേ സ്നാനപ്പെട്ടത് അവന്റെ ജീവനിൽ ജീവിക്കാനാണ്. ഉടമ്പടിയുടെ അടയാളമാണ് നിങ്ങൾ ധരിച്ചത്. കവനന്റിന്റെ അകത്തേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. വാഗ്ദത്ത പ്രകാരം നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്. ഗലാത്യലേഖനം 3:27. നിങ്ങളുടെ മേലാണ് അബ്രഹാമി ഉടമ്പടിയുടെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടാൻ പോകുന്നത്. വരുവാനുള്ള യുഗത്തിൽ ഇസ്രായേൽ ഗ്രഹം അനുഭവിക്കാൻ പോകുന്ന വാഗ്ദത്തങ്ങൾ മുഴുവൻ ഈ യുഗത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാം. എബ്രായ ലേഖനം 6:4. വരുവാനുള്ള യുഗത്തിന്റെ ശക്തി നിങ്ങൾക്ക് ഇപ്പോൾ ഈ യുഗത്തിൽ നല്ല വചനം ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് അനുഭവിക്കാം. ഓക്കെ, അപ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം നമ്മുടെ അവകാശമാണ്. 2, ദാവീദിനോട് ദൈവം പറഞ്ഞു, നിനക്കൊരു സന്തതി ഉണ്ടാകും. ആ സന്തതി എൻ്റെ പുത്രനായിരിക്കും, ഞാൻ അവന് പിതാവായിരിക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവൻ എൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും ഇരിക്കും. അപ്പൊ ദാവീദിന്റെ സന്തതിയാണ് ആലയം പണിയുന്നത്. നിന്റെ സന്തതി എൻ്റെ പുത്രനായിരിക്കും, എൻ്റെ സിംഹാസനത്തിൽ അവൻ എന്നേക്കും ഇരിക്കും. അവൻ ഒരു രാജകുലമായി മാറും. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. ഈ ദാവീദിന്റെ സന്തതി നിങ്ങളാണ്. അബ്രഹാമിന്റെയും ദാവീദിന്റെയും പുത്രനായ യേശുക്രിസ്തു. എന്തുകൊണ്ടാണ് പുതിയ നിയമം ആരംഭിച്ചപ്പോൾ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തു എന്ന് എഴുതിയത്? 2 ഉടമ്പടികളുടെ നിവർത്തിയായ സന്തതിയാണ് യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തു ഇപ്പോൾ സകല ജാതികൾക്കും അനുഗ്രഹമാണ്. അബ്രഹാമിന്റെ സന്തതിയെ കുറിച്ച് പറഞ്ഞ വാഗ്ദത്തം അതാണ്. നിന്റെ സന്തതി സകല ജാതികൾക്കും അനുഗ്രഹമാകും. നിങ്ങളിപ്പോൾ അബ്രഹാമിന്റെ സന്തതിയാണെന്ന് ഗലാത്യലേഖനം 3:29 നിങ്ങളുടെ അകത്ത് വെളിപ്പാടാകാൻ തുടങ്ങിയാൽ നിങ്ങൾ താമസിക്കുന്ന രാജ്യത്ത് നിങ്ങളാണ് അനുഗ്രഹമായി മാറാൻ പോകുന്നത്. സ്തോത്രം. ഞാൻ നോക്കുക, വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നവരുടെ മുഖത്ത് വല്ല സന്തോഷമുണ്ടോ എന്ന്. നിങ്ങളാണ് അനുഗ്രഹം, നിങ്ങളാണ് ആ രാജ്യത്തിൻ്റെ അനുഗ്രഹം. ഇത് പറയുമ്പം ഇന്ന് ഞാനും ജാക്സനും കൂടെ ലിൻസിയും കൂടെ ഞങ്ങൾ ഇന്ന് വണ്ടിയിൽ കുറേ നേരം യാത്ര ചെയ്തു. അപ്പം സജിപ്പാഷ എന്താണ് അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ അടയാളം എന്ന് എന്നോട് സംസാരിക്കുന്ന ഒരു ചിന്ത വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്ന വാക്യങ്ങൾ, വചനങ്ങൾ പലപ്പോഴും കേൾക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാറില്ല. അവരത് സ്വീകരിക്കാറില്ല. ആ വചനം മുഴുവൻ ഞാൻ സ്വീകരിക്കും. അവരോട് പറഞ്ഞതാണ്, പക്ഷെ അവരത് സ്വീകരിക്കുന്നില്ല. അത് ഞാൻ സ്വീകരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്പിരിച്വൽ റിലത്തിനകത്ത് ഒരു നിയമമുണ്ട്. അത് ഡിമോണിക് റിലത്തിലുമുണ്ട്, സ്പിരിച്വൽ റിലത്തിലുമുണ്ട്. ബൈബിൾ വായിക്കൊണ്ട് യഹോവയുടെ വായിൽ നിന്നൊരു വചനം പുറപ്പെട്ടാൽ അത് നിവർത്തിക്കാതെ അത് മടങ്ങി വരികയില്ല. അത് അങ്ങനെ തന്നെയാണ് ഡിമോണിക് റിലത്തിനകത്ത് അവർ പൂജകൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് ഒരു ദുരാത്മാവിനെ അവർ ആവാഹിച്ച് ഒരു വ്യക്തിയെ കൊല്ലാനായിട്ട് അയച്ചാൽ, ചെന്നിടത്ത് കൊന്നില്ലെങ്കിൽ അയച്ചെടുത്ത് തിരിച്ചു വന്ന ഒരാളെ കൊല്ലും. ഞാനിത് ഇന്ന് പകൽ ഞാൻ അതിൻ്റെ അനുഭവങ്ങളൊക്കെ, പണ്ടുണ്ടായ അനുഭവമൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തുനിന്ന് ഒരു ദുരാത്മാവിനെ പാമ്പിൻ്റെ മേൽ കയറ്റി അയച്ചതും തിരിച്ച് അവരുടെ ആ ആസ്ഥാനത്തുള്ള സംഭവത്തെ ആ ദുരാത്മാവ് ചെന്ന് നശിപ്പിച്ചൊക്കെ ചരിത്രം ഞാൻ പറഞ്ഞു കൊടുത്തു. അത് നടന്ന ചരിത്രമാണ്. അപ്പം പൈശാചിക ഡീമോണിക് റിലത്തിനകത്ത് ഒരാത്മാവ് ഒരു ക്രിയയ്ക്ക് വേണ്ടി പുറപ്പെട്ടാൽ അത് നിവർത്തിക്കും. ഇത് തന്നെയാണ് സ്പിരിച്വൽ റിലത്തിലും. നിങ്ങൾ ഇന്ന് രാത്രി ഈ വചനം ഞാനിവിടെ പറയുമ്പോൾ 65 പേരിരുന്നു കൊണ്ട് ഞങ്ങളോടല്ല, അത് പാസ്റ്റർ എന്തോ പറയുന്നെന്ന് പറയുമ്പോൾ അത് മുഴുവൻ എൻ്റെ മേൽ വരിക. 65 പേരുടെ അനുഗ്രഹം എൻ്റെ മേൽ വരിക. നിങ്ങളിങ്ങനെ ഇരുന്നോ, ഞാനതെല്ലാം കാരണം ഇത് വചനമാണെങ്കിൽ വചനം പറയുന്നു, അബ്രഹാമിന്റെ സന്തതി സകല ജാതികൾക്കും അനുഗ്രഹമായിരിക്കും. ഞാനിത് ആവർത്തിച്ച് പറയും. ഏത് പൊട്ടക്കുഴി കിടക്കുമ്പോഴും ഏത് ചെറ്റക്കുടിയിൽ കിടക്കുമ്പോഴും ഞാൻ പറയും. അത് വാടക വീട്ടിൽ കിടന്നാലും അത് കൊട്ടാരത്തിൽ കിടന്നാലും ഞാൻ പറയും, ഞാൻ നിമിത്തമാണ് ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. അത് തിരുവചനത്തിനകത്തുള്ള നീക്കം വരാത്ത വാക്തത്വമാണ്. ഒരു പ്രവാചകൻ പറഞ്ഞിരുന്നെങ്കിൽ അത് മാറിപ്പോകും. സജീവ് പാസ്റ്റർ, ഞാൻ രാജ്യങ്ങൾക്ക് അനുഗ്രഹമാക്കാൻ പോകുന്ന ഒരു പ്രവാചകൻ എന്നെ കണ്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയാം. നമ്മുടെ ചർച്ചിലെ മീറ്റിങ്ങുകൾ കാണുകയോ അല്ലെങ്കിൽ ദൈവദിന വെളിപ്പാടുകൾ കേൾക്കുകയോ ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ പറയാം. അത് മനസ്സിൽ നിന്ന് പറയാം, സന്തോഷത്തിൽ പറയാം, വിശ്വാസത്തിൽ പറയാം, വിവേചനത്തിൽ പറയാം. പക്ഷേ വചനം പറയുന്നത് ഇതൊന്നുമല്ല. വചനം നീക്കം വരാത്തതാണ്.
നിലനിൽക്കുന്ന വചനം പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹമാണ്, നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹമാണ്. ഒരാമേനൊന്ന് കരമുയർത്തി പറയാം. പറ്റുമെങ്കിൽ പറഞ്ഞോ, ഇല്ല ഞാൻ രണ്ട് കൈ വെച്ചുകൊണ്ട് ഞാൻ പറയും, കർത്താവേ ഇവർക്കും കൂടിയുള്ളത് എൻ്റെ മേത്ത് വെച്ചേര്, ഇവർക്കത് വേണ്ടാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചിലര് ഞാൻ ഈ സ്പിരിച്വൽ റിലത്തിനകത്ത് നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഒരു വ്യക്തിയോട് ദൈവാത്മാവ് ഒരു ദൂത് പറയും കേട്ടോ. ഒരു ചർച്ചിനകത്ത് വരുമ്പോൾ ദൈവാത്മാവ് ഒരു വ്യക്തിയോട് ദൂത് പറയും. ഈ ദൂത് കേട്ട വ്യക്തി ഉണ്ടല്ലോ, ഈ ദൂത് വെറുതെ സന്തോഷിപ്പിക്കാൻ സുഖിപ്പിക്കാൻ പറഞ്ഞു എന്നല്ലോ ഞാൻ പറയുന്നത്. ട്രൂത്തിന്റെ വെളിപ്പാട് ദൂത് പറയുമ്പം കേട്ട വ്യക്തി ചിലപ്പോൾ സ്വീകരിക്കുകയല്ല. പറഞ്ഞു ഒരു വ്യക്തിയോട് കുറച്ച് അനുഭവിക്കുന്ന വേറെ വ്യക്തി. നിങ്ങളുടെ ചർച്ചിനകത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ തന്നെ സൂക്ഷിച്ചു നോക്കിയാൽ മതി. പലതും നിങ്ങളോട് പകരം നിങ്ങൾ അനുഭവിച്ചില്ലല്ലോ. അത് കാര്യം നിങ്ങളത് സ്വീകരിക്കുന്ന സ്വീകാര്യത്തിൻ്റെയാണ്. പോട്ടെ, നമ്മുടെ വിഷയം അതെല്ലാം. ഞാൻ തിരിച്ചു വരികയാണ്. അപ്പോൾ ഞാൻ ഈ പുതുതായി വന്ന ചിലരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അവരെ അറിവിന് വേണ്ടി പറഞ്ഞതാണ്, പുതിയ ഉടമ്പടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹമാക്കുന്നതാണ്. എങ്ങനെയെങ്കിലും നിത്യതയിൽ കൊണ്ടുപോകുന്നതല്ല പുതിയ ഉടമ്പടി. നിങ്ങളുടെ അകത്ത് നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് കൃത്യവും ക്ലിപ്തവും ആധികാരികതുമായ ഒരു ലക്ഷ്യമുണ്ട് ഈ ഭൂമിയിലെ ജീവിതത്തിൽ. അത് എത്ര പ്രായമായാലും, 119 വയസ്സായാലും ഒരു വർഷം കൂടി ഉണ്ട്. ആ 19 വർഷത്തിൽ ഒരു വർഷത്തിനുള്ളിൽ ദൈവാത്മാവ് നിങ്ങളെക്കുറിച്ചുള്ള ഡെസ്റ്റിനിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പോവുകയാണ്. തിരിച്ചു വരുന്നു. അപ്പോൾ അബ്രഹാമിന്റെ ഒരു ഉടമ്പടി. ഇനി ദാവീദ് കവനന്റ്. ഈ ദാവീദ് കവനന്റിലാണ് നിങ്ങളെ സിംഹാസനത്തിലിരുത്തുന്ന രാജാവാക്കിയിരിക്കുന്നത്. നിങ്ങൾ എഫേസ്യ ലേഖനം വായിക്കുക. സ്വർഗത്തിൽ എഴുതിയ ലേഖനമാണ്, എഴുതി തുടങ്ങിയ ലേഖനമാണ് എഫേസ്യ ലേഖനം. നിങ്ങൾ വെളിപ്പാട് പുസ്തകം വായിക്കുക. സ്വർഗത്തിൽ നമ്മുടെ യോഹന്നാനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പൊ ഹെവൻ തുറന്നു കണ്ട, ഹെവൻ റിവലേഷൻ തുറന്ന ഈ രണ്ട് പുസ്തകങ്ങളിലും നിങ്ങളെ രാജാക്കന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. പക്ഷെ നമുക്കിത് മനസ്സിലാവില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ നിങ്ങളിപ്പോൾ ക്രിസ്തുവിലാണ്. ആ ക്രിസ്തുവിലായ നിങ്ങളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. പക്ഷെ നമ്മുടെ തലയിൽ ഇത് കയറില്ല. അവന്റെ കാര്യം, നിങ്ങളുടെ മനസ്സിനകത്ത്, നിങ്ങളുടെ ബുദ്ധിക്കകത്ത് ഇത് അണ്ടർസ്റ്റാൻഡിങ് ആകാൻ അഞ്ച് തലങ്ങളുണ്ട്. 5 തലങ്ങളുണ്ട്. ഒരു ബൈബിൾ ട്രൂത്ത് നിങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം നിങ്ങൾക്കത് ഉണ്ടാക്കുന്നത് ഇൻഫർമേഷനാണ്. നിങ്ങൾക്കൊരു അറിവുണ്ടാക്കുന്നു. എന്നാൽ അല്പം കഴിയുമ്പോൾ അത് നിങ്ങളുടെ അകത്ത് വിവേകമാകുന്നു, നിങ്ങൾക്കത് നോളജ് ആകുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ അകത്ത് അണ്ടർസ്റ്റാൻഡിങ് ആകുന്നു. നിങ്ങൾക്കത് ബോധ്യമായി മാറി. നല്ലൊരു കൂട്ടം കാര്യങ്ങൾ നമുക്ക് അറിവാണിപ്പോഴും. യേശുവിന്റെ കാൽവരിൽ കൈമാറ്റം വന്നു. എന്ത് കൈമാറ്റം നിങ്ങൾ അനുഭവിച്ചേ? നിങ്ങളിലുള്ളത് പൊട്ടിയോ? ഹലോ, നിങ്ങളിലുള്ള ആദാമിലുള്ളത് നിങ്ങളിൽ നിന്നും അടർന്നു മാറിയോ? അടർന്നു മാറിയിട്ടില്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ പാരമ്പര്യ രോഗങ്ങൾ, പാരമ്പര്യമായി കൈമാറി വരുന്നവ, കുടുംബ ശാപങ്ങൾ ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അതിന്റെ പുറകിലുള്ള കാര്യം യേശുവിന്റെ ക്രൂശിൽ ഇത് കൈമാറാഞ്ഞിട്ടല്ല, നിങ്ങൾക്കത് ബോധ്യമായിട്ടില്ല. അത് അങ്ങനെ ഭാഗം ബോധ്യമാകാത്ത ആരെങ്കിലും, നിങ്ങൾ ഈ ആദാമിലുള്ളതൊന്നും ചുമക്കാൻ വിളിക്കപ്പെട്ടവരല്ല. നിങ്ങൾ ക്രിസ്തുവിലുള്ളത് അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അവന് നിങ്ങളുടെ അകത്ത് 5 സ്റ്റെപ്പുകളിൽ വളർച്ച ഉണ്ടാകണം. 1, നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടാകും. 2, നോളജായി മാറും. 3, അത് നിങ്ങളുടെ അകത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആയി മാറും. 4, വിസ്ഡമായി മാറും. 5, റെവലേഷനായി മാറും. ഇത് 5 സ്റ്റേജാണ്. ആദ്യത്തെ ക്ലാസ്സുകളിലേക്ക് പോവുക. ഓടി ഞാൻ മുമ്പോട്ട് വരികയാണ്, അല്ലെങ്കിൽ ഇന്ന് എവിടെയോ എത്തുകയില്ല. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, നമ്മളിത് ഒരു സീരീസ് ഓഫ് ടീച്ചിങ് ആണ് കേട്ടോ. നിങ്ങൾക്കിത് യൂട്യൂബിനകത്ത് കയറിയാൽ ഈ വർഷം ഈ കഴിഞ്ഞ ഒരു മാസം എടുത്ത് 26 ക്ലാസ്സുകൾ, ഇത് 27ാമത്തെ ക്ലാസ്സാണ്. നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് ഇത് കിടക്കുന്നുണ്ട്. നമ്മുടെ ഷാലോം ഗ്ലോബൽ ഫാമിലിയുടെ യൂട്യൂബ് ചാനലിൽ ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് 29 രൂപ കൊടുത്താലേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇനി ആർക്കെങ്കിലും ഇല്ലാത്തതുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് അടച്ചു തരാം. അത് നമ്മളങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത് എല്ലാവരും കയറി ഇത് കേൾക്കണ്ട എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളങ്ങനെ വെച്ചിരിക്കുന്നത്. കാരണം ആവശ്യമുള്ള ആൾക്കാർ ഇത് പഠിച്ചാൽ മതി. ഓക്കെ, ഞാൻ തിരിച്ചു വരികയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അടയ്ക്കാൻ പറ്റാത്തതോ ഏതെങ്കിലും സാഹചര്യം എന്നോട് പറഞ്ഞാൽ മതി, എനിക്കിത് ഫ്രീ ആയിട്ട് അയച്ചു വരാൻ പറ്റും. നമ്മളിത് എല്ലാവരും വേണ്ടവർ മാത്രം അത് പഠിച്ചാൽ മതി എന്ന ചിന്തയിലാണ്. പൊതുവിൽ നിന്ന് നമ്മളിപ്പോൾ വിട്ടിട്ടില്ല. വേണ്ടവർ കയറി പഠിക്കുക. ഏത് കാര്യത്തിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാനത് ദൂരീകരിച്ച് തരുന്നതാണ്. ഓക്കെ, നമ്മളൊന്നുകൂടെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഉടമ്പടി യേശു ക്രിസ്തു സ്ഥാപിച്ചത് കാൽവറിയിലാണ്. കാൽവറിയിൽ യേശു, ഇനി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് എനിക്ക് സന്തോഷമുള്ളത്, ഈ പഠന പരമ്പരയിൽ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം. കാരണം ഇന്നലെ എനിക്ക് ന്യൂസിലൻഡ് അല്ലല്ലേ ബിൻസി സിസ്റ്റർ, ഇപ്പോൾ എവിടെയാണ് ലിൻസി?
ഓസ്ട്രേലിയയിലാണെന്ന് തോന്നുന്നു അല്ലേ? ഓസ്ട്രേലിയയിൽ നിന്ന് ബിൻസി സിസ്റ്റർ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ബിൻസി സിസ്റ്റർ ഓസ്ട്രേലിയ ന്യൂസിലൻഡോ? ഓസ്ട്രേലിയ. ഓക്കെ, ആള് ന്യൂസിലൻഡിൽ പോയിട്ട് ഓസ്ട്രേലിയക്ക് ഇപ്പോൾ മാറി. ഓക്കെ, അപ്പൊ താൻ ഇന്നലെ എനിക്കൊരു മെസ്സേജ് ഇട്ടു ഇന്ന് രാവിലെ. പാസ്റ്റർ, എന്താണോ ഞാൻ എവിടെയും കേട്ടിട്ടില്ല എക്സിക്യൂട്ടറെ കുറിച്ച്, ഞാൻ എവിടെയും കേട്ടിട്ടില്ല ടെസ്റ്റേറ്ററെ കുറിച്ച്, ഇന്ന് വരെ ഞാൻ പ്രസംഗം കേട്ടിട്ടില്ല. പക്ഷെ ഇന്നലെ രാത്രി കർത്താവ് എന്നെ ടെസ്റ്റേറ്റർ, എക്സിക്യൂട്ടർ എന്ന പദം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്നലെ രാവിലെ പാസ്റ്റ് ക്ലാസ് എടുത്ത് അതേ കാര്യം പഠിപ്പിക്കുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങുമെന്ന്. ആവോ, ആരെങ്കിലും ഉണ്ടോ? എൻ്റെ അടുത്ത് കേൾക്കുന്നവരുണ്ടോ? മക്കളെ, ഭാഷാ നൈപുണ്യം ഒന്നും വേണ്ടെന്ന്, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് ഹീബ്രു അറിയില്ല, ഹീബ്രു പഠിക്കാൻ നോക്കിക്കോ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. എവിടെ എത്തുന്ന എനിക്കൊരു പിടുത്തമില്ല. പക്ഷേ ഞാനത് ശ്രമിക്കുന്നുണ്ട്. ഹീബ്രു പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, ഹിന്ദി പഠിക്കണം, ഇതെല്ലാം തമ്പുരാൻ പഠിക്കാൻ പറഞ്ഞേക്ക്. എന്തോ ചെയ്യാനാ? പഠിക്കുക തന്നെ. തമ്പുരാൻ നമുക്കതിന് ജ്ഞാനം തരട്ടെ, വിവേകം തരട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ പഠിക്കാനുള്ള ആഗ്രഹത്തിൽ പഠിക്കാൻ തുടങ്ങിയാൽ നിനക്കത് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും തമ്പുരാൻ അത് പഠിപ്പിച്ചു വരും. ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന പല ടോപ്പിക്കുകൾ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുക, സ്വപ്നത്തിൽ കൂടെ പഠിപ്പിക്കുന്നതാണ്. ഇന്ന് രാവിലെ ഞാൻ കേട്ട വാർത്തയാണ്. ബിൻസി ചിലപ്പോൾ ഉണ്ടാകാം, തനിക്ക് ജോലിയില്ലെങ്കിൽ താൻ ഉറപ്പായിട്ടുണ്ടാകും. അത് അവിടുത്തെ ടൈം മാറിയതുകൊണ്ട് രാവിലത്തെ പ്രാർത്ഥനയ്ക്കാണ്, എനിക്കതറിയില്ല. ഓക്കെ, അപ്പം ഞാൻ ഒരു കാര്യം പറയുന്നു, ഇത് ദൈവാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. എക്സിക്യൂട്ടർ, ടെസ്റ്റേറ്റർ എന്ന പദങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ പകൽ നടന്ന കത്രിമേശയുടെ സന്ദേശം കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്, പബ്ലിക് ഇട്ടിരിക്കുകയാണ്. ആ സന്ദേശത്തിൽ നിങ്ങളത് കാണണം. എക്സിക്യൂട്ടർ എന്നത് നമ്മളവിടെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കർത്താവിൻ്റെ മേശമടത്തുമ്പോൾ നമ്മൾ കർത്താവിനെ എക്സിക്യൂട്ടറായി കണ്ടിട്ട് നമ്മൾ കവനന്റിന്റെ പ്രഖ്യാപനം നടത്തുക. ഇതാ കത്രിമേശ. അല്ലാണ്ട് ചാവാൻ പേടിച്ച് കഴിക്കുന്നതല്ല കത്രിമേശ. ഞാൻ ചാവാൻ പേടിച്ച് കഴിച്ചിട്ടുള്ളതാണ് കത്രിമേശ. പേടിച്ച് വിറച്ചാണ് കത്രിമേശ കഴിച്ചിട്ടുള്ളത്. കാരണം സിനിമയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് പോകുന്നതുകൊണ്ട് കത്രിമേശ കഴിക്കുമ്പോൾ ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരാകും, നിദ്ര പ്രാപിക്കും ഒക്കെ. ഇതൊക്കെ കേട്ടിട്ട് ജോഡിച്ചാ കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ നടക്കുന്നുകൊണ്ട്, അപ്പോൾ ഇതൊക്കെ ഈ കഴിഞ്ഞ ആഴ്ച ഏതെങ്കിലുമൊക്കെ സിനിമ പോയി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പേടിച്ച് വിറച്ച കഴിക്കുന്നത്, കർത്താവേ ഈ കത്രിമേശ കഴിച്ചാൽ തട്ടിപ്പോകും, അവിടെ ഇരുന്ന് നിലവിളിക്കുന്ന ഒരു കണക്കില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തിൻ്റെ ഒരു ദിവസം പല്ലടിച്ചു പോയി. അതായത് ഞാൻ ഇലക്ട്രീഷ്യൻ ആയിരുന്നു അന്ന്. ഭയങ്കര സ്പീഡാണ്. ഒരു വീടൊക്കെ തന്നു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് അതിൻ്റെ ഫുൾ പണി കഴിച്ചു കൊടുക്കും. അപ്പം ഈ സ്പീഡ് കാരണം ഈ പഞ്ച് തിരിച്ചു പിടിച്ച് വലിച്ചതാണ്, പല്ല് പൊട്ടിപ്പോയി. അപ്പോൾ അന്നത്തെ ബോധക്കേടിൽ, അതായത് വയസ്സ് ഒരു 20-22 കേട്ടോ, 22 വയസ്സുള്ള സമയം, അന്ന് ചിന്തിച്ചതെന്നറിയോ, കത്രിമേശ തെറ്റിക്കഴിച്ചുകൊണ്ട് പല്ല് പോയെന്നാ ചിന്തിച്ചേ. അപ്പൊ നോക്കി നമ്മുടെ ആ മൈൻഡ് സെറ്റപ്പ് കണ്ടോ നിങ്ങൾ? ഒരു ചെറിയ കാര്യം വരുമ്പോൾ നമ്മുടെ അകത്തുള്ള ചിന്ത എന്താ പറയാമോ? ഓക്കെ, ഞാനത് ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഡൗട്ട് വരും. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞൊരു സാരാംശം, കത്രിമേശ ഉടമ്പടിയുടെ മീലാണ്, ഉടമ്പടിയെ പുതുക്കുന്നതാണ്. ഇനി ഞാൻ തിരിച്ചു വരികയാണ്. ഇന്ന് രാവിലെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടിരുന്ന ക്ലാസ് നിങ്ങൾ കണ്ടിരുന്നു. നിങ്ങൾ ഈ ഉടമ്പടിയിൽ എന്താണ്, പുതിയ ഉടമ്പടിയിലെ വാക്തത്വം എന്താണ്? 3 വാക്തത്വം. ആരൊരാൾ മൈക്കൻ മുട്ടിട്ട് പറഞ്ഞ് ഞാനൊരു ലേശം വെള്ളം കുടിച്ചോട്ട്, ആരൊരാൾ പുതിയ ഉടമ്പടിയിൽ 3 വാക്തത്വം പറയാമെങ്കിൽ പറഞ്ഞോ. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ പേര് വിളിക്കുന്ന ആൾ പറയുന്നതായിരിക്കും. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന ഒരു പേരാണ് വിളിക്കാൻ സുഖം. വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നവർ എന്തായാലും അങ്ങൊരു സഹായം ചെയ്യല്ലേ. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോ, വീഡിയോ ഓൺ ചെയ്തൊരു ഓഫ് ചെയ്തവരും പറഞ്ഞോ, കുഴപ്പമില്ല. 3 വാക്തത്വങ്ങൾ പുതിയ ഉടമ്പടിക്കകത്തുള്ളത് പറഞ്ഞേ. എൻ്റെ കർത്താവേ, രാമായണം മുഴുവൻ വായിച്ചു തീർത്ത ശേഷം രാമൻ സീതയ്ക്ക് എപ്പിടി നിനക്ക് നിർമ്മല ജലം തളിക്കും. ആ വചനം അങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മൾ എവിടെ എത്തുന്നില്ല. ശുഭശസ്ത്ര വീഡിയോ ഓൺ ചെയ്ത് വരണം. പുതിയ ഹൃദയം നൽകും. അങ്ങനെ പറഞ്ഞുകൊണ്ടും എവിടെ എത്തുന്നില്ല. ന്യായപ്രമാണം ഉള്ളിലാക്കി ഹൃദയത്തിൽ എഴുതും. അടുത്തടുത്ത് വരുന്നുണ്ട്. മൂന്നെണ്ണം ആ ഓർഡറിൽ പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പാപക്ഷമ. അതാരാ പറഞ്ഞേ? നിക്ക് ആ പാപക്ഷമ എന്ന് പറഞ്ഞ ആരാ? അനിത ഷാജിയാണോ? നീതീകരിക്കപ്പെടുന്നു. ഒന്ന് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു. ഇത് എബ്രായ ലേഖനം 8-ാം അധ്യായത്തിലുണ്ട് കേട്ടോ. നിങ്ങളുടെ പാപം ഇനി അവൻ ഓർക്കില്ല. ഒന്ന് നിങ്ങളുടെ നീതീകരണം അല്ലെങ്കിൽ നീതി. 2 ന്യായപ്രമാണം നിങ്ങളുടെ ഉള്ളിലാക്കുന്നു. അടുത്തത് റോമർ 8:11. അങ്ങോട്ട് പോണ്ട. അവിടെ നിന്നുകൊണ്ട് തന്നെ 3-ാമത്തെ പറഞ്ഞു. അവിടെ ഉണ്ട് 3-ാമത്തെ.
ദൈവത്തിന്റെ ജ്ഞാനം നമ്മുടെ ഉള്ളിലാക്കുന്നു. ജ്ഞാനം എന്ന് പറയുന്നതിനേക്കാൾ ഒന്നുകൂടെ കടത്തി പറഞ്ഞ അതിന് ആ വാക്ക് അവിടുത്തെ കറക്റ്റ് വാക്ക് പറ. ക്രിസ്തു അനുഭവമാകുന്നു. നിങ്ങൾക്ക് ദൈവത്തെ അറിയാം. അപ്പൊ 3 വാക്തത്വങ്ങൾ. ഇത് എബ്രായ ലേഖനം 8-ാം അധ്യായത്തിലെ വാക്കുകളാണ്. ഇതാ കുഴപ്പം. ഇത് പറഞ്ഞാൽ ഞാൻ ഈ തടസ്സം പറയേണ്ട 4 പോയിന്റ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു 10-20 വാക്യം വായിക്കാനുണ്ട്. അപ്പം ഇനി ഒന്നും കൂടെ പറയാം, കുഴപ്പമില്ല, നമുക്ക് 3-4 ദിവസം കൂടി ഉണ്ട് ഞാനിവിടെ. അപ്പം അതുകൊണ്ട് സാരമില്ല. ഇത് പക്ഷെ ഇതറിയാതെ മുമ്പോട്ട് പോകരുത്. ഒന്ന്, നിങ്ങളെ യേശു ക്രിസ്തുവിനെ പോലെയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് നിങ്ങളുടെ പ്രവർത്തികളാലല്ല, ഇത് യേശുവിന്റെ രക്തത്താൽ നടന്നതാണ്. പുതിയ ഉടമ്പടിയുടെ വാക്തത്വമാണിത്. നിങ്ങളുടെ പാപം ഇനി ഓർക്കില്ല, നിങ്ങളെ നീതീകരിച്ചിരിക്കുന്നു. ഇത് വന്നാലേ നിങ്ങൾക്ക് സ്പിരിച്വൽ റിലം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ദൈവ സാന്നിധ്യം, ദൈവജീവൻ, ദൈവമഹത്വം, ഹെവൻ, ആത്മാവിലുള്ള ട്രാൻസ്പോർട്ടേഷനുകൾ, സ്പിരിറ്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ, നിങ്ങളുടെ ശരീരം ആത്മാവിൽ സഞ്ചരിക്കുന്ന അനുഭവങ്ങൾ, ആത്മവിവശത, ഹെവൻ വിസിറ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ, ഇങ്ങനെ സ്പിരിച്വൽ റിലത്തിനകത്തുള്ള അസാധാരണമായ മേഖലകൾ അനുഭവിക്കണമെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആകണമെങ്കിൽ, നിങ്ങൾ ആദ്യം അറിയേണ്ടത് നിങ്ങൾ ഇപ്പോൾ നീതീകരിക്കപ്പെട്ടവരാണ്. നിങ്ങളിപ്പോൾ നീതിയായി മാറിയിരിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യപ്രകാരം നീതീകരണമല്ല, നിങ്ങളിപ്പോൾ ദൈവത്തിന്റെ നീതിയാണ്. സുവിശേഷത്തിന്റെ ഹൃദയം എന്താണെന്ന് ഒരു വാക്യം പറയാമോ എന്ന് ഒരാൾ എന്നോട് ചോദിച്ചാൽ, വാക്യം, മാറ്റമില്ലാത്ത വാക്യം, 2 കൊരിന്ത്യർ ലേഖനം 5:21. ഒന്നുകൂടി ഞാൻ പറയാം. ബൈബിൾ മുഴുവൻ ഒരു വാക്യത്തിൽ പറയാമോ? ബൈബിളിനകത്തുള്ള സുവിശേഷത്തെ ഒറ്റ വാക്കിൽ പറയാമോ? മറുപടി പറയാം, ഞങ്ങൾക്ക് പറയാൻ പറ്റും. 2 കൊരിന്ത്യർ ലേഖനം 5:21. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാക്കണവന് അവനെ ദൈവം പാപമാക്കി മാറ്റി. ഒന്ന് വായിച്ചോ വാക്യം. എൻ്റെ വിഷയമല്ലായിരുന്നു, പക്ഷെ നിങ്ങളത് കൃത്യമായിട്ട് പറയാത്തതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഇറങ്ങി വന്നതാണ്. 2 കൊരിന്ത്യർ ലേഖനം 5:21 പുതിയ നിയമ ശുശ്രൂഷ പഠിപ്പിക്കുന്ന ലേഖനമാണ് 2 കൊരിന്ത്യർ ലേഖനം. അതിൽ 3, 4, 5 അധ്യായങ്ങൾ. 5-ാം അധ്യായത്തിന്റെ സമാപന വാക്യം 21-ാമത്തെ വാക്യം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. കണ്ടോ, ഇവിടെയാണ് 1-ാമത്തെ വാക്തത്വം. അത് ഉടമ്പടിക്കകത്ത് കിടക്കുന്നത് എബ്രായ ലേഖനം 8-ലാണ്. എന്നാൽ സുവിശേഷത്തിന്റെ ഹൃദയമായിട്ട് കിടക്കുന്ന വാക്യം ഈ വാക്യമാണ്. ഇവിടെ നിങ്ങളെ ദൈവം ദൈവത്തിന്റെ നീതിയാക്കി. ആ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നവരൊക്കെ ഒരു ആമേൻ എന്ന് പറഞ്ഞ് കരം ഉയർത്തി ആമേൻ പറഞ്ഞ് ഒരു ആമേൻ എന്ന് ശക്തിയോടെ. ദൈവം നിങ്ങളെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഉള്ളവരാക്കി മാറ്റി. ദൈവം നിങ്ങളെ ക്രിസ്തുവിനെ പോലെയാക്കി മാറ്റി. ഇത് ഈ ലോകത്തിൽ ഇന്നലെ കഴിഞ്ഞ തൊട്ടുമുമ്പത്തെ ക്ലാസ്സിൽ നാം കേട്ടതാണ്. ഏറ്റവും വലിയ ലോകത്തിലെ അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജഡരക്തങ്ങളുള്ളവനായി വന്നവനാണ്. ഒരു മാറ്റമില്ല. ഞാൻ ഒന്നുകൂടെ പറയും, 2-ാമത്തെ അത്ഭുതം. ഞാൻ അതിനെ ധിക്കരിക്കുന്നതല്ല, 1-ാമത്തെ അതൊന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് വിടുന്നു. 2-ാമത്തെ അത്ഭുതം എന്ന് ഞാൻ അതിനോട് ബന്ധത്തിൽ പറയുന്നു. ഞാൻ പറയുന്ന 1-ാമത്തെ അത്ഭുതം യേശു ക്രിസ്തു വന്നതല്ല. ഞാൻ പറയും, എന്നെ യേശുവിനെ പോലെ ആക്കിയതാണ്, എന്നെ നീതിയാക്കിയതാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? ഭാവിയിൽ പ്രധാനിയായ, ആർക്കും വേണ്ടാത്ത, അജ്ഞനായ, അപരിഷ്കൃതനായ, സംസ്കാരമില്ലാത്ത, നോക്കി ആർക്കും വേണ്ടാതെ ജീവിതം മുഴുവൻ നാശമാക്കി മാറ്റിയ എന്നെ സ്വർഗസ്ഥനായ പിതാവ്, നീതിമാനായ പിതാവ്, തന്റെ നീതിക്ക് കോട്ടം വരാതെ എന്നെ യേശുവിനെ പോലെയായി പ്രഖ്യാപിച്ചവല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഒരാമനെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ രാമ്യം പറഞ്ഞ കർത്താവിന് അവന്റെ രക്തത്താൽ അവൻ എന്നെ നീതീകരിച്ചിരിക്കുകയാണ്, അവൻ എന്നെ നീതിയാക്കിയിരിക്കുകയാണ്. ആമേൻ. അതൊക്കെ ഓർത്ത് ഒന്ന് കുറച്ചു നേരം ആരാധിക്കേണ്ടതാണ്. ഈ ദൈവത്തെ ആരാധിക്കേണ്ടത് കടം മാറ്റിയനും, എന്താ പറയുക, വിദേശത്ത് കൊണ്ടുപോയനും, എന്താ പറയുക, ജോലി തന്നതിനൊന്നും അല്ല കേട്ടോ. അതൊക്കെ ദൈവം തരട്ടെ, അതിനൊക്കെ സ്തോത്രം പറയുക, നന്ദി പറയുക. ആരാധന ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവം ആരാന്നറിയുക, ആ ദൈവം നിന്നെ ദൈവത്തിൽ ആരാക്കിയെന്നറിയുക. ഇത് 2 പറയുമ്പോൾ വരുന്നതാണ് ആരാധന. ഓക്കെ, താഴേക്ക് ഇറങ്ങി വരികയാണ്. 3 പറഞ്ഞല്ലോ. 1, നിങ്ങളെ നീതീകരിച്ചു. 2, എന്റെ ന്യായപ്രമാണം ഞാൻ അവരുടെ ഉള്ളിലാക്കി, ഞാൻ അവരെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും.
അർത്ഥാൽ നിങ്ങളെ യേശുവിനെ പോലെയാക്കും. കൃപ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ. ആർക്കാ യേശുവിനെ പോലെ ഇപ്പോൾ ആകണമെന്നൊരു ആഗ്രഹമുള്ളേ? നിങ്ങളുടെ പ്രാർത്ഥന വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന വാചി ഇപ്പോൾ പറഞ്ഞ് നമ്മൾ ഏതാണ്ട് ഒരു പരുവത്തിലായിട്ടുണ്ട്, ചെറുതായിട്ടത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രാർത്ഥനാ വിഷയം പറയാൻ തുടങ്ങി. അപ്പോൾ അത് തെറ്റാണോ? അല്ല കേട്ടോ. പ്രാർത്ഥന വിഷയം നിങ്ങൾ ധൈര്യത്തോടെ പറയണം. പക്ഷെ അതിനേക്കാൾ വലുതാണ് നിങ്ങൾ യേശുവിനെ പോലെ ആകുക എന്ന വെളിപ്പാട് നിങ്ങളുടെ അകത്ത് തുറക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന വിഷയം പറയാതിരിക്കരുത്. ഞങ്ങളുടെ ചർച്ചിനകത്ത്, തൃശ്ശൂർ ചർച്ചിനകത്ത് ഇപ്പോൾ കുറച്ച് നേരത്തെ സുമചേച്ചിനെ കണ്ടായിരുന്നു ഞാൻ. അവർ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പം ഇവർക്ക് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാൻ പേടിയായി. അയ്യോ, അപ്പോൾ പാസ്റ്റർ പറയുന്നു നിങ്ങൾ മുമ്പേ അവൻ്റെ രാജ്യം നീതി അന്വേഷിക്കുക, അതോടുകൂടി ഇതെല്ലാം ലഭിക്കും. അപ്പോൾ ഇവർ പ്രാർത്ഥനാ വിഷയം പറയാതായി. ലത സിസ്റ്റർ ഉണ്ടല്ലോ അല്ലേ. ഈ പ്രാർത്ഥന വിഷയം നിങ്ങളുടെ അകത്ത് വന്നാൽ, അത് പറയാതിരുന്നാൽ ബലൂൺ വീർത്ത പോലെ ഇരിക്കും, കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോവും. അപ്പം ബലൂണിനകത്ത് എന്താ പറയുക, ഈ ഊതി അത് വീർപ്പിച്ചുകൊണ്ടിരുന്നത് പൊട്ടിപ്പോവും. അതുപോലെ ഇത് പറയാതിരുന്നാൽ, നിങ്ങളുടെ അകത്ത് വന്നാൽ, പറയാതിരുന്നാൽ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വരുന്നെങ്കിൽ പറഞ്ഞോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പൻ ആരാണെന്നുള്ള വെളിപ്പാടകത്ത് വന്നാൽ, നിങ്ങളുടെ സകല വിഷയങ്ങളിലും അവൻ പ്രവർത്തിക്കുമെന്ന് വെളിപ്പാട് വന്നാൽ, നിങ്ങൾ മെറ്റീരിയൽ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കുറഞ്ഞ് നിങ്ങൾ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ തുടങ്ങും. നിങ്ങൾ പ്രാർത്ഥിക്കാതെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ സകല വിഷയം നടക്കും. അതിന് ആമയം പറയില്ല, ഞാൻ നോക്കുക, വല്ലവരും പറയുമോ നോക്കുക. ഇതിനൊക്കെ ആമയം പറയണമെങ്കിൽ ഇച്ചിരി ഒരു വീര്യം വരണം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ നിങ്ങളുടെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും. ഈ നമ്മുടെ കണ്ടമാനം പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ടല്ലോ. പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ എണ്ണം കൂട്ടാൻ ഒരു പരിപാടി ചെയ്താൽ മതി. എല്ലാവരും വിഷയത്തിന് വേണ്ടി പാസ്റ്റർ ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പാസ്റ്റർക്ക് ദൈവാത്മ ഒരു ദൂതും കൂടെ കൊടുക്കാൻ തുടങ്ങിയാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഗ്രൂപ്പിലെ ആളുകളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കും. നല്ല കാര്യമാണ്, പെരുകട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ വിഷയം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എൻ്റെ കൊച്ചിൻ്റെ കാര്യം, ജോഗന്ന ജൊനീറ്റ, എൻ്റെ അടുത്ത് ഭൂരിഭാഗം അവരൊരു കാര്യം പറയാൻ ഞാൻ അനുവദിക്കാറില്ല. ആവശ്യം അറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നവൻ അപ്പനായ ഞാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അപ്പൻ എങ്ങനെയുണ്ടാവും? നിങ്ങളുടെ അപ്പൻ അങ്ങനെ പ്രവർത്തിക്കില്ല. അത് നിങ്ങളുടെ അപ്പൻ പ്രവർത്തിക്കണമെങ്കിൽ ഉഗാണ്ടയിലുള്ള ഇന്ന പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ മാത്രമേ നിങ്ങളുടെ അപ്പൻ പ്രവർത്തിക്കുള്ളൂ. ആ അപ്പനല്ല. നിങ്ങളും അപ്പനുമായിട്ടുള്ള ബന്ധം കറക്റ്റ് അല്ല. ബന്ധം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പറയും, എൻ്റെ അപ്പൻ ജോർജ് കുട്ടിയുടെ അടുക്കൽ നിങ്ങൾ ഒരാളെ ഞാൻ പറഞ്ഞു വിടില്ല, എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ. പോട്ടെ, പറഞ്ഞു വന്ന നമ്മുടെ വിഷയത്തിലേക്ക് കയറുകയില്ല. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, നിങ്ങളെ അവനെ പോലെ ആക്കുന്നതാണ് ന്യൂ കവനന്റിന്റെ രണ്ടാമത്തെ വാഗ്ദത്തം. മൂന്നാമത്തെ വാഗ്ദത്തം, നിങ്ങൾ അവനെ അറിയും. ഇതുവരെ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞതിനപ്പുറം, ബൈബിളിൽ നിന്ന് കുറെ കുത്തുവാക്യങ്ങൾ അറിയാമെന്നല്ലാതെ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിതാവായ നിങ്ങളുടെ അപ്പനെ അറിയാൻ പറ്റുമോ? നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ അറിയുന്നുണ്ടോ? ഹാനോക്കിനോട് ചോദിക്ക്. ന്യായപ്രമാണമാകട്ടെ, പഴയ നിയമ ചരിത്രങ്ങളാകട്ടെ, ഒന്നുമില്ലാത്ത കാലത്ത് ജീവിച്ച ഹാനോക്ക് പറയുകയാണ്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ നക്ഷത്രമണ്ഡലങ്ങളിൽ കൊണ്ടുപോയി. ദൈവം അവന്റെ ശരീരത്തെ മരണം കാണാതെ എടുത്തുകൊണ്ടുപോയി. അപ്പൊ നിങ്ങൾക്ക് ദൈവത്തെ അടുത്തൊരു ഡൈമെൻഷനിൽ അറിയാൻ പറ്റുമോ? നിശ്ചയമായിട്ട് അറിയാൻ കഴിയും. നിങ്ങൾ പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവനെ അടുത്ത ഡൈമെൻഷനിൽ അറിയാം. ഓക്കെ, അപ്പൊ 3 വാഗ്ദത്തങ്ങളാണ് ന്യൂ കവനന്റിനകത്ത് സമ്പൂർണമായി അന്തർലീനമാക്കി വെച്ചിരിക്കുന്നത്. ഈ 3 ഒരാളെന്ന് പറഞ്ഞ്, 3 മനസ്സിലായെങ്കിൽ 3 പറഞ്ഞ്, എന്നിട്ട് വേണം അടുത്തത് ഓടി നമുക്ക് പോകാൻ. 3 പറഞ്ഞ്, വേഗം പറഞ്ഞ്. ആരും പറയില്ല. ഒന്നാമത്തെ പറ, ഒന്നാമത്തെ ആദ്യം പറ. ഞാൻ ദൈവത്തിൽ നീതിയാക്കപ്പെട്ടു. ഒന്നാമത്തത് നിങ്ങളുടെ പാപക്ഷമ നീതീകരണം. രണ്ടാമത്തത് അവന്റെ ന്യായപ്രമാണം നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ അവനെ പോലെ ആക്കുക. മൂന്നാമത്തത്, ആരും ഇനി ദൈവത്തെ അറിയണമെന്ന് പറയണ്ട, എല്ലാവരും ദൈവത്തെ അറിയും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഗിനസ്കോ എന്ന വാക്കാണ്. ഗിനസ്കോ എന്ന വാക്കിന്റെ അർത്ഥം ഗിനസ്കോ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ഞാനത് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നിങ്ങൾ അറിയണ്ടേ. ഒരു ഭർത്താവ് ഭാര്യ, അത് നിങ്ങൾക്ക്
ജൂയിഷ് റൂട്ടിനകത്തുള്ള അർത്ഥം നിങ്ങൾക്ക് ഗ്രീക്ക് ഡിക്ഷണറിയിൽ ലഭ്യമാണ്. കണ്ടോ, ഗിനസ്കോ എന്ന വാക്ക്, ആ വാക്കിന്റെ അർത്ഥം ടു ലേൺ ടു നോ, കം ടു നോ, ഗെറ്റ് എ നോളജ് ഓഫ്. ഞാൻ ഈ പറയുന്ന ഇംഗ്ലീഷിലെ പ്രൊനൗൺസിയേഷൻ ഒന്നും നോക്കരുത് കേട്ടോ. അത് ഞാനിരുന്ന കുളത്തിൽ വന്നിരുന്ന് ഇംഗ്ലീഷ് പഠിക്കായിരുന്നോണ്ടാണ്. ഞാൻ ഇതൊക്കെ പഠിച്ചത് കുളത്തിൽ പോയിരുന്നതാണ്. ഓക്കെ, അത് പണ്ടത്തെ ആൾക്കാർക്ക് മനസ്സിലാവും. മൂന്നാമത്തെ വാക്ക് നോക്ക്, മൂന്നാമത്തെ അർത്ഥം നോക്ക്, മൂന്നാമത്തെ ഡെഫിനിഷൻ എഴുതിയിരിക്കുന്ന മൂന്നാമത്തെ നോക്ക്. ജൂയിഷ് ഐഡം ഫോർ സെക്ഷൽ ഇന്റർകോഴ്സ് ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ വുമൺ. കണ്ടോ, അപ്പം ഒരു ഭൂമിയിലുള്ള ഏറ്റവും വലിയ രണ്ട് വ്യക്തികൾ തമ്മിൽ അടുത്തറിയുന്ന ബന്ധമാണ് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് റിലേഷൻഷിപ്പ്. ആ പദമാണ് ദൈവത്തെ അറിയുക എന്ന പദത്തിന് വെച്ചിരിക്കുന്നത്. ഹലോ, ഉണ്ടോ എൻ്റെ കൂടെ? അപ്പൊ നിങ്ങൾ ഈ ബുദ്ധിയിൽ കുറെ കാര്യങ്ങൾ അറിയുന്നതല്ല ക്രിസ്തീയ ജീവിതം. എൻ്റെ കർത്താവേ, നിങ്ങൾ ബൈബിളിൽ നിന്ന് കുറെ കാര്യം പഠിച്ചു, പ്രസംഗകര് കുറെ കാര്യം പഠിപ്പിച്ചു. അല്ലെന്ന്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന വളർച്ചയ്ക്കനുസരിച്ച് നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് അവനെ അടുത്ത തലത്തിൽ അറിയാം, നിങ്ങൾ അവനെ അനുഭവിക്കും. അതാ നമ്മൾ കേട്ടെ, ഹെവനിൽ പോകുന്നു, ആത്മവിവശതയ്ക്കകത്ത് മണിക്കൂറുകൾ കിടക്കുന്നു. അതെന്താ ഉണ്ടത്? വചനമായിട്ട് പഠിച്ചാൽ, വചനം കവനന്റിന്റെ വെളിപ്പാടിൽ പഠിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഈ റിലങ്ങൾ തുറന്നിരിക്കും. ഹലോ, ഒന്നൊരാമ്യം പറഞ്ഞു നോക്കിയോ, ഒരാമ്യം പറഞ്ഞു നോക്കിയ കർത്താവിന്റെ ശക്തിയോടെ ഇതിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. ഓക്കെ, ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ നമ്മുടെ എല്ലാവരും അകത്ത് കർത്താവുണ്ടോ? മിണ്ടുന്നില്ല. നമ്മുടെ എല്ലാവരും അകത്ത് കർത്താവുണ്ടോ? ഉണ്ട്. ഇനി മൈക്ക് തുറന്ന് പറയണേ, എങ്കിലും എനിക്ക് ഞാൻ എടുക്കാൻ പറ്റുന്ന ഭാഗം ഇന്ന് തീരുകയില്ല. ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇട്ടിരുന്ന കാര്യം ഇന്ന് തീരുകയില്ല. ഞാൻ ഗ്രൂപ്പിനകത്ത് ഇട്ടിരുന്നു, നമുക്ക് എന്താണ് ഇതിന്റെ തടസ്സം എന്നുള്ള കാര്യം ഇട്ടിരുന്നു. അപ്പൊ നിങ്ങളുടെ എല്ലാവരും അകത്ത് ആരുണ്ട്? നിങ്ങളുടെ എല്ലാവരും അകത്ത് ക്രിസ്തു ഉണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ എല്ലാവരും അകത്തുണ്ട്. അപ്പം നിങ്ങളുടെ അകത്ത് വന്ന കർത്താവ് നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്നത് ജീവനായിട്ടല്ലേ? ആണോ? ആണ്. ആ ജീവനായിട്ട് കർത്താവ് വന്നത് നിങ്ങളെ അവനെ പോലെ ആക്കാനല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ പോലെ ആകാത്തെ? എന്നെങ്കിലും നിങ്ങൾ അവനെ പോലെ ആകുമോ? ആവും പാസ്റ്റർ, ഉറപ്പായിട്ട് ഞങ്ങളാവും. എന്നാ ശവപ്പെട്ടി കിടക്കുന്ന എന്നാ എന്റെ ചോദ്യം, നിങ്ങളുടെ അകത്തൊരു ഡെസ്റ്റിനി ഉണ്ടോ? എന്നാണ് നിങ്ങൾ യേശുവിനെ പോലെ ആകുന്നത്? ഹലോ, ഈ യേശുവിനെ പോലെ ആകുമെന്നുള്ളത് എന്താ പറയുക, പുതിയ പിള്ളേരെ പഠനമൊന്നുമല്ല കേട്ടോ, പഴയ അപ്പന്മാരെ പഠന. ഞാൻ പാടാൻ പറ്റിയല്ല, എന്നാലും ഒന്ന് പാടി നോക്കാം. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. പഴയൊരു പാട്ടാണ്. ഈ സൂമീറ്റും പ്രസംഗിച്ച് മൊത്തം എൻ്റെ തൊണ്ടയുടെ വോളിയം എല്ലാം ഹൈപ്പിച്ചായി, ലോപ്പിച്ചൊക്കെ അടന്നുപോയി. എന്നാലും ആ പാട്ടിന്റെ അടി ഒന്ന് പാടാൻ പറ്റുമെങ്കിൽ പഠിക്കൂ. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ. അപ്പൊ കണ്ടോ പാട്ട് കണ്ടോ? ആരെ പോലെ ആകാൻ? ആരെ പോലെ ആകാൻ? പറ, ഒന്ന് പറഞ്ഞോ, മൈക്കാൻ മുട്ടിട്ട് പറഞ്ഞോ. എപ്പോഴാ നിങ്ങൾ യേശുവിനെ പോലെ ആകാൻ പോണേ? ആയി കഴിഞ്ഞോ? ആയ ആളാരാ? എനിക്ക് വീട്ടിലേക്കൊന്ന് വരാൻ വേണ്ടിയാ. യേശുവിനെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയോ? യേശുവിനെ പോലെ സംസാരിക്കാൻ തുടങ്ങിയോ? യേശുവിനെ പോലെ നിങ്ങളുടെ ഭാവം മാറിയോ? ആമേൻ പറയുന്നുണ്ട്. എന്റെ ചോദ്യം, ഞാൻ യേശുവിനെ പോലെ ആയോ എന്നാണ് എന്റെ ചോദ്യം. ആകുമോ എന്നുമാണ് അടുത്ത ചോദ്യം. ആകും. എന്നാ ആകുന്നത്? ആരാന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആരാ പറയുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. എപ്പോഴാ ആകുന്നത്? എപ്പോഴാ? മിണ്ടുന്നില്ല. ജീവനാൽ. ആരാ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാരാ? ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാരാ? പ്ലോട്ടോ സിസ്റ്റർ അല്ലേ? ആഗ്രഹമുണ്ട്. നമ്മുടെ മുമ്പില് പനിയൊക്കെ പിടിച്ചിരിക്കുന്ന നേരത്ത് നല്ല ആഗ്രഹമില്ലേ ഭക്ഷണം കഴിക്കണമെന്ന്? പക്ഷേ കഴിക്കാൻ തുടങ്ങുമ്പം നാവിൽ വരുമ്പോൾ എന്തായി മാറി? പറയുന്നേ
കയ്പ് എന്റെ അപ്പച്ചന് ഒരു കുഴപ്പമില്ല. അപ്പച്ചൻ പനി പിടിച്ചിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുക. അപ്പൊ നിങ്ങളുടെ ശരീരത്തിന്റെ സിസ്റ്റം, ഹലോ, നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. നിങ്ങൾ സംസാരിക്കാൻ മൈക്ക് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഓൺ ചെയ്യാം, ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷെ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്ത് വെക്കണം. അപ്പം നമ്മുടെ ശരീരത്തിന്റെ സിസ്റ്റം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നാവിൽ വെച്ചാൽ നിങ്ങൾക്കറിയാം. അപ്പൊ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ടേസ്റ്റ് അറിയില്ല. നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ കാണാൻ പറ്റുന്നതിന് കാരണം എന്താ? നിങ്ങളുടെ നെർവസുകൾ മുഴുവൻ കറക്റ്റാണ്. വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുക്കൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരരുത്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. പക്ഷേ എന്തോ ഒരു കാര്യം എനിക്കറിയാം, കണ്ണിൻ്റെ പോള തുറന്നാൽ മുമ്പിൽ കാണുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. എന്തൊക്കെയോ സിസ്റ്റം നിങ്ങളുടെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അകത്തൊരു സിസ്റ്റം വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കാണുന്നത് നിങ്ങളുടെ അകത്ത് പതിയുന്നത്. ശരിയാണോ? ഇപ്പൊ ഞാൻ ഈ പറയുന്നത് കാച്ചേരിരുന്ന വീട്ടിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയുന്നില്ലേ? നിങ്ങൾ കേൾക്കുന്നില്ലേ? കേൾക്കാൻ കാരണം ഒന്ന്, ഇതിന്റെ പുറകിൽ ഉപയോഗിക്കുന്ന സൗണ്ട് സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ. എന്നാൽ അതിനപ്പുറം നിങ്ങളുടെ ചെവിയിൽ ഈ തരംഗം കേൾക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്കത് ബോധ്യമാകാവുന്ന, അണ്ടർസ്റ്റാൻഡിങ് ആകാവുന്ന, ജ്ഞാനമാകാവുന്ന, വിഷ്ടമാകാവുന്ന ഒരു സിസ്റ്റം നിങ്ങളുടെ അകത്തില്ലേ? ആ സിസ്റ്റത്തിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിലോ? ഹലോ, ഞാൻ ഇവിടുന്ന് എന്തോരം അലറി പറഞ്ഞാലും അത് കേൾക്കുകയല്ല, ഇനി കേട്ടാലും അകത്ത് കയറുകയല്ല. അപ്പൊ സിസ്റ്റത്തിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നടക്കില്ല. അത് തന്നെ, ആരെയും നടക്കില്ല. അന്നമ്മച്ചി, അതിന്റെ കർത്താവ് അമ്മച്ചി ഇത്ര ഉഷാറായിട്ടിരിക്കുന്നു. നിങ്ങളാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത്. അമ്മച്ചിയുടെ വീഡിയോ ഓഫ് ചെയ്തുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല ആരാന്ന്. അപ്പോൾ യേശുവിനെ പോലെ ആകാത്തതിന് കാരണം സിസ്റ്റത്തിൽ എവിടെയോ പ്രശ്നമുണ്ട്. ഹലോ, നിങ്ങൾ യേശുവിനെ പോലെ ആകുന്നത് എങ്ങനെയാണ്? എന്തിനാലാണ്? അവന്റെ ജീവനാലാണ് നിങ്ങൾ അവനെ പോലെ ആകുന്നത്. ഞാൻ കഴിഞ്ഞ പകലിലെ സെക്ഷനിൽ വിശദീകരിച്ച് പറഞ്ഞിരുന്നു. പുതിയ ഉടമ്പടിക്കകത്ത് വാഗ്ദത്തമുണ്ട്. ഉടമ്പടി ചെയ്തത് പിതാവാണ്. ഉടമ്പടി ചെയ്തപ്പോൾ എബ്രായ ലേഖനം 9-ാം അധ്യായ പ്രകാരം അത് വിൽപത്രമാണ്. വിൽപത്രം എഴുതിയ ആൾ മരിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞാൽ ആ വിൽപത്രം ഇപ്പോൾ എനിക്ക് അവകാശമാക്കാം. അപ്പോൾ കവനന്റ് എഴുതിയപ്പോൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവാണ് അത് എഴുതിയത്. അത് വിൽപത്രമാണ്. കവനന്റ് എഴുതിയപ്പോൾ അത് വിൽപത്രമാണ്. യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചപ്പോൾ കവനന്റ് വിൽപത്രമായി മാറി. യേശുവിന്റെ മരണം, ഇതൊക്കെ ഞാൻ പല സെക്ഷൻ എടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഇതിനകത്ത് പുതിയവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകായിക വരാതിരിക്കാൻ ഞാൻ ആവർത്തിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ മരണം ഇതുവരെ വാഗ്ദത്തമായി നിന്നിരുന്ന അവകാശങ്ങൾ അല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ നിന്റെ അവകാശമായി മാറി. ഇനി നിങ്ങൾ നീതീകരിക്കപ്പെടുക എന്നുള്ളതും ജീവൻ തുറക്കുക എന്നുള്ളതും ദൈവത്തെ അറിയുക എന്നുള്ളതും വാഗ്ദത്തമാണോ അതോ നിങ്ങളുടെ അവകാശമാണോ? അവകാശമാണ്. ഇനി അതങ്ങ് എടുക്കുക വേണ്ടു. ഇനി നിങ്ങളുടെ അകത്ത് വിശ്വാസം വരുമ്പോൾ നിങ്ങളിലേക്ക് അത് തുറന്നു വരികയാണ്. ഞാൻ അവനെ കഴിഞ്ഞ ക്ലാസ്സിൽ ശനിയാഴ്ച രാത്രി പറഞ്ഞു നിർത്തിയ ഒരു വാക്ക് ഞാൻ പറഞ്ഞ ഇന്നത്തെ പോർഷന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ അധ്വാനത്താലല്ല ഉടമ്പടിയിലെ വാഗ്ദത്തം അനുഭവമാകുന്നത്. നമുക്ക് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് 12 മണിക്കൂർ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കാം. നിങ്ങൾ സ്പിരിച്വൽ എക്സസൈസുകൾ ചെയ്യുന്നവനാലോ നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും അധ്വാനത്താലോ എന്തെങ്കിലും കൊടുക്കുന്നതിനാലോ ഒന്നുമല്ല ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ അനുഭവമാകുന്നത്. നമ്മുടെ അധ്വാനത്താലല്ല. ഇത് നിങ്ങൾക്ക് വിൽപത്രത്തിൽ തുറന്നിരിക്കുന്ന അവകാശമാണ്. ആദ്യം നിങ്ങളുടെ അകത്ത് വരേണ്ട വെളിപ്പാടാണ്. അധ്വാനത്താലല്ല, ഇത് നിങ്ങളുടെ അവകാശമാണ്. 3, ഇത് നിങ്ങൾക്ക് അനുഭവമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അതാണ് ഇവന്റെ കാര്യം. ഇത് നിങ്ങൾക്ക് അനുഭവമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അതെന്താ? ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്,
ഞാൻ യേശുവിനെ പോലെയാകും. ഇതുവരെ ലോകത്തിൽ ആരും അറിയാത്ത പോലെ എനിക്ക് ദൈവത്തെ അറിയാൻ പറ്റും. ഇത് വാഗ്ദത്തമാകിയാൽ, ഇത് വിൽപത്രത്തിനകത്തുള്ള അവകാശമാകിയാൽ, ഇത് ഞാൻ അനുഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അതിനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് നിങ്ങളല്ല, കർത്താവാണ്. ഓ റബാനകനാദിന, അവിടെ നമ്മുടെ കർത്താവ് എക്സിക്യൂട്ടർ ആകുന്നു. അവിടെ നമ്മുടെ കർത്താവ് എക്സിക്യൂട്ടർ ആകുന്നു. അപ്പൊ ഈ ജീവൻ, ഈ ആത്മാവ് നിത്യമായ അവകാശം. ഇത് ഞാൻ ഈ പറയുന്ന വാക്കുകൾ നേരത്തെ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളവർക്കറിയാം. എബ്രായ ലേഖനം 9:15, 16, 17, 18 വാക്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ആ വാക്യങ്ങൾ പഠിക്കാത്തവരും കേൾക്കാത്തവരുമാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട പരിഭാഷകൾ ഞാൻ പറയുന്നു. 1 പാഷൻ ട്രാൻസ്ലേഷൻ, 2 ആംപ്ലിഫൈഡ് ക്ലാസിക് എഡിഷൻ ബൈബിൾ, 3 മെസ്സേജ് ട്രാൻസ്ലേഷൻ, 4 ഒരു ബൈബിൾ കൂടി ഉണ്ട്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, LIV ഒരു ബൈബിൾ കൂടെ ഉണ്ട്. പിന്നെ നല്ല മലയാളം ഭാഷ, സമകാലിക വിവർത്തനം. ഇങ്ങനെ 3-4 ട്രാൻസ്ലേഷനുകൾ നിങ്ങൾ ഉപയോഗിച്ചാൽ ഈ അർത്ഥം നിങ്ങൾക്ക് അവിടെ കൃത്യമാണ്. സമകാലിക വിവർത്തനം വായിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നിങ്ങളുടെ അകത്ത് നിങ്ങളെ യേശുവിനെ പോലെ ആകുന്ന അവന്റെ ജീവൻ ഇപ്പോ ഉണ്ടോ? ഉണ്ടോന്ന്? ഈ കപ്പിനകത്ത് ഇപ്പൊ എന്താ ഉള്ളേ? കണ്ടോ, കറക്റ്റ് ആയിട്ട് അന്നമാമിച്ച് പറഞ്ഞു. എന്തുകൊണ്ട് കപ്പിനകത്ത്? അന്നമാമിച്ച് കോതമംഗലത്തെ വീട്ടിൽ ഇരിക്കുകയുള്ളൂ, ഞാനിത് കുടിക്കാൻ പോവാ. ഞാൻ ഈ ചായ കുടിച്ചു. അന്നമാമിച്ച് എന്ത് കണ്ടു? കപ്പിനകത്ത് എന്തുകൊണ്ടെന്ന് അറിഞ്ഞു? ചായ ഉണ്ടെന്ന് അമ്മച്ചി അറിഞ്ഞു. സജിപ്പാസ് ചായ കുടിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് ആശ്വാസം, അകത്തേക്ക് എന്നപ്പോൾ സന്തോഷം. ഈ ഒരു സൈക്കോളജിക്കലി ആയിട്ട് ഈ ചായ കൂടി കണ്ടമാനമുള്ള ആളായതുകൊണ്ട് അറിയാത്തൊരു ഒരു പ്രസരിപ്പ് കൂടെ ശരീരത്തിലുണ്ടാകും. പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞൊരു സാരാംശം, എന്താണ് നിങ്ങളുടെ ആത്മാവിൽ ഉള്ളതെന്ന് നിങ്ങൾ അറിയണം. നിങ്ങളുടെ ആത്മാവിലുള്ള കർത്താവിന്റെ ജീവൻ നിങ്ങളെ അവനെ പോലെ ആക്കുവോ? ആക്കിയിരിക്കും. പക്ഷെ ഈ കപ്പിനകത്തിരിക്കുന്ന ഗ്ലാസിന്റെ മുകളിൽ ഒരു മൂടി ഉണ്ടാക്കി ലിൻസി പൂട്ടി വെച്ച് തന്നിരുന്നെങ്കിലോ? കപ്പിനകത്ത് എന്തുകൊണ്ട്? ചായ ഉണ്ട്. ആർക്കും കൊണ്ട് വെച്ചതാ? പക്ഷെ മൂടിൽ എന്തുണ്ട്? മൂടിയുണ്ട്. അതുകൊണ്ട് ആയുസിൽ എന്ത് കുടിക്കാൻ പറ്റിയല്ല? ചായയിലേക്ക് നോക്കിയിരുന്ന് വെള്ളമിറക്കി 120-ാമത്തെ വയസ്സിൽ സജിപ്പാസ് മരിക്കും. അതൊന്നും എനിക്കൊരു വിഷമം. ഞാൻ 120 മരിക്കുന്നു. ഞാൻ നേരത്തെ മരിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഈ മനുഷ്യന്റെ ആയുഷ്കാലം 120 അത് നമ്മുടെ എന്താ പറയാ, ആളാരാ? മോശച്ചായൻ ഒരു അഭിപ്രായം എഴുതി വെച്ചതാ. മോശച്ചായൻ എന്താ പറഞ്ഞേ? മനുഷ്യന്റെ ആയുഷ്കാലം അല്ല, 90 സെക്കൻഡ് എഴുതി വെച്ചില്ലേ? ഒറ്റയാള് ശാലോമിലുള്ളവരെ 70 മരിക്കാനിരിക്കരുത്. ഒന്നിങ്ങി നേരത്തെ മരിച്ചോളാം, അല്ലെങ്കിൽ 120. എത്രയാ വെച്ച്? 79. ഇനി 41 കൂടെ ഉണ്ട്. ഇതിനകത്ത് പോട്ടെ. ഞാൻ അവിടേക്ക് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പം നേരത്തെ നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാത്തവർക്ക് ഡൗട്ട് വരും. അത് എനിക്കൊരു വാക്ക് പറഞ്ഞാൽ അവർക്ക് ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. മോശ 90-ാം സങ്കീർത്തനം എഴുതുമ്പോൾ മോശയുടെ വയസ്സ് 120. അഹരോൻ മരിച്ചപ്പോൾ എഴുതുന്നു, അഹരോന്റെ വയസ്സ് 130. കാലേബിന്റെ വയസ്സ് 85. ആകെ കൂടെ 3 പേരെ ഉള്ളൂ 60 മുകളിൽ പ്രായമുള്ളവർ. അപ്പൊ അതുകൊണ്ട് പുള്ളിയുടെ ബുദ്ധിയിൽ എഴുതി വെച്ചതാ മനുഷ്യന്റെ ആയുഷ്കാലം 70 ഏറെ ആയാൽ. ഇത് പറയുമ്പോൾ പുള്ളിക്ക് 120 ഉണ്ട്. പുള്ളി ദൈവം പറഞ്ഞ് എഴുതിയതല്ല, പുള്ളിയുടെ അഭിപ്രായം എഴുതി വെച്ചതാ. കുറെ ആൾക്കാർ ഈ അഭിപ്രായം കേട്ട് അത് മോശ അവിടെ ചെല്ലുമ്പോൾ പറയും, നിങ്ങൾ എന്തിനാണ് എന്റെ അഭിപ്രായം കേട്ട് വെച്ചേ? അപ്പുറത്ത് എഴുതി വെച്ചില്ലേ മനുഷ്യന്റെ ആയുഷ്കാലം 120 വർഷമാണ്. ഇനി അതിനു മുമ്പ് ദൈവം നിങ്ങളെ ആയുസ്, ദൈവം നിങ്ങളുടെ ശുശ്രൂഷ തികച്ച് കൊണ്ടുപോയി പൊക്കോട്ടോ. ഇവിടെ വലിയ കാര്യമായിട്ടും ജീവിക്കേണ്ട. ഞാൻ ഇപ്പോഴേ പോകാൻ റെഡിയാണ്. നമ്മൾ ഒരു ദിവസം ഒരു ശുശ്രൂഷ തീർന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ലക്ഷ്യം, പ്രസംഗമല്ല, ദൈവത്തിന്റെ ലക്ഷ്യം തികച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ ജീവിക്കരുത്. ഓക്കെ, തിരിച്ചു വരികയാണ്. അപ്പൊ നിങ്ങളുടെ അകത്ത് നിങ്ങളെ യേശുവിനെ പോലെ ആക്കുന്ന എന്തുണ്ട്? യേശുവിന്റെ ജീവൻ നിങ്ങളുടെ അകത്തുണ്ട്. പക്ഷെ നമ്മൾ ആരെ പോലെ ആയിട്ടില്ല. അപ്പൊ എന്താ കാര്യം? അറിയുന്നില്ല ജീവനുണ്ടെന്ന്. 1 ജീവനുണ്ടെന്ന് അറിയുന്നില്ല. പിന്നെ 2 ജീവനുണ്ടെന്ന് ഇപ്പൊ അറിഞ്ഞൂലോ. ജീവനുണ്ടെന്ന് ഇപ്പൊ അറിഞ്ഞല്ലോ.
ആരോ ഒരാൾ പറഞ്ഞല്ലോ അത്. ജീവൻ അടച്ചു വെച്ചിരിക്കുകയാണോ? ജീവൻ നിങ്ങൾ അടച്ചു വെച്ചതാണോ? ജീവൻ അടഞ്ഞു പോയതാണോ? സദൃശ്യവാക്യത്തിൽ ഒരു വാക്യമുണ്ട്, ജീവന്റെ ഉത്ഭവം ഹൃദയത്തിൽ നിന്നാണ്. ഒരു വാക്യമുണ്ടോ സദൃശ്യവാക്യത്തില്? ആർക്കെങ്കിലും വാക്യം അറിയാവോ? സദൃശ്യവാക്യം ഒന്നെടുത്തേ വാക്യം എടുത്തേ. 4:20. സകല ജാഗ്രതയും കൂടെ നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. അവയെ കിട്ടുന്നവർക്ക് വായിക്കണ്ടേ ഏഞ്ചൽ കുട്ടി? അവളെ ഹോസ്റ്റലിൽ കൂടെ നടന്നു വായിക്കുക, അതുകൊണ്ടാണ് കേട്ടോ. വായിച്ചോ. എനിക്ക് അറിയുന്ന വാക്യമായിരുന്നു. അപ്പൊ പെട്ടുപോയി അറിയുന്ന വാക്യം ചാടി പറഞ്ഞതാ. ഓക്കെ, അടുത്ത വാക്യം പറഞ്ഞു. കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. അപ്പൊ നോക്കിയേ, ജീവന്റെ ഉത്ഭവം നിന്റെ ഹൃദയത്തിൽ നിന്നാണ്. നിന്റെ ഹൃദയത്തിന്റെ മടിവിൽ അവയെ സൂക്ഷിക്കുക, അവയെ കിട്ടുന്നവർക്ക് അവ ജീവനാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം ഒരു വ്യക്തി ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ, ദൈവത്തിന്റെ വാക്കൊരു വ്യക്തി ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ, അത് കിട്ടുന്നവന് അത് ജീവനാകുന്നു. ആ ജീവൻ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ ശരീരത്തിന് സൗഖ്യം ഉണ്ടാകും. ഞാൻ കണ്ടിട്ടുണ്ട് രോഗികൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുന്നവർ പ്രാർത്ഥിക്കാതെ തന്നെ. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വചനം കേട്ട വ്യക്തികൾ സൗഖ്യമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പ്രാർത്ഥിച്ചിട്ടല്ല. ആ വാക്യം ഇത് വായിച്ച 22 വാക്യം, അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. അടുത്തത്. അപ്പൊ ഈ ജീവൻ കിട്ടിയാൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഹീലിംഗ് നടക്കും, സർവ്വദേഹത്തിനും സൗഖ്യം ഉണ്ടാകും. അപ്പൊ അവന്റെ ജീവൻ സൗഖ്യം ഉണ്ടാക്കുന്നവാ. അവരിലേക്കൊക്കെ വരാൻ നമുക്ക് വായിച്ച അടുത്ത വാക്യം കൂടെ. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തിൽ കാത്തുകൊള്ളുക. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, അതിൽ നിന്നല്ലോ ജീവൻ തുറക്കുന്നത്. അപ്പൊ ജീവൻ തുറക്കുന്നത് എവിടെന്നാ? എന്നമ്മാമച്ചി മാത്രമേ പറയുന്നുള്ളൂ, നിങ്ങൾ ആരും മിണ്ടിയില്ല. ഇത് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എനിക്കിന്ന് ക്ലാസ് തീർത്തോളൊന്നുമില്ല. അപ്പൊ ഹൃദയത്തിൽ നിന്ന് ജീവൻ തുറക്കണമെങ്കിൽ ജീവൻ വന്നിരിക്കുന്നത് എവിടെയാണ്? കർത്താവ് ജീവനായി ആത്മാവായി വന്നിരിക്കുന്നത് എവിടെയാണ്? നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവ് എവിടെ? ഇനി ഞാൻ 1ാം ക്ലാസ്സിൽ പോണം. 5 വർഷം ജീവനി വന്നു, ആത്മാവി വന്നു, ഹൃദയത്തിൽ വന്നു, വചനത്തിൽ വന്നു, സ്വർഗത്തിൽ വന്നു, നക്ഷത്രത്തിൽ വന്നു, പിന്നെ സൂര്യനിൽ വന്നു. നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചപ്പോ നിങ്ങളുടെ ആത്മാവിലാണ് കർത്താവ് വന്നിരിക്കുന്നേ. ഭയങ്കര കഷ്ടമാണ് ഈ വാക്യങ്ങളൊക്കെ മറന്നു പോണത് കേട്ടോ. ഇതിന് വാക്യം. അപ്പൊ ഇനി ഞാൻ പുറകിലേക്ക് പോവുക. പിന്നെയും നിങ്ങൾ ഈ ബേസ് അറിയണം. 2 തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, യേശു ക്രിസ്തു നിന്റെ ആത്മാവോടുകൂടെ ഇരിക്കുമാറ എഴുതി വെക്കിയ വാക്യം. നാളെ ഞാൻ ഈ വാക്യം ചോദിക്കുമ്പോൾ പറഞ്ഞില്ലെങ്കിൽ തലയ്ക്ക് ഞാൻ ചോക്കൊണ്ടെറിഞ്ഞ് എത്തുകയല്ലേ. ഓക്കെ, പോട്ടെ. എന്തൊരു കഷ്ടം. 1 കൊരിന്ത്യർ 6:17, 1 കൊരിന്ത്യർ 6:17, 1 കൊരിന്ത്യർ 6:17 പെട്ടെന്ന് വായിക്കേ. കർത്താവിനോട് പറ്റിച്ചേരുന്നവന് അവനുമായി ഏക ആത്മാവാകുന്നു. അപ്പൊ നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്ന കർത്താവ് ജീവനായിട്ടാണോ വന്നിരിക്കുന്നത്? അവൻ ആത്മാവായിട്ടല്ലേ വന്നിരിക്കുന്നത്? നിങ്ങളുടെ ആത്മാവും അവന്റെ ആത്മാവും ഇപ്പൊ ഒന്നല്ലേ? അപ്പം ഇനി ആ ആത്മാവിനെ ആ ജീവനെ നിങ്ങളിൽ നിന്ന് തുറക്കാത്തത്, ആ ജീവനെ അടയ്ക്കുന്നത് നിങ്ങളുടെ ഹൃദയമല്ലേ? അതുകൊണ്ടല്ലേ ശലോമോൻ പറഞ്ഞപ്പോ ജീവന്റെ ഉത്ഭവം ഹൃദയത്തിൽ നിന്നാകുന്നു. ഇപ്പൊ ജീവൻ എവിടെ ഉണ്ട്? ഇപ്പോൾ ആ ജീവൻ എവിടെ ഉണ്ട്? നിങ്ങളുടെ ആത്മാവിലുണ്ട്. നിത്യജീവൻ നിങ്ങളുടെ ആത്മാവിലുണ്ടോ? പറ, നിത്യജീവൻ നിങ്ങളുടെ ആത്മാവിലുണ്ടോ? നിങ്ങളുടെ ആത്മാവിൽ അവൻ ജീവനായിട്ടുണ്ട്, നിത്യജീവനായിട്ടുണ്ട്. നിങ്ങൾ അവനെ അറിയും തോറും നിങ്ങളുടെ അകത്ത് നിത്യജീവൻ നിങ്ങൾക്ക് അനുഭവിക്കാം.
അപ്പൊ ഇപ്പോൾ നിങ്ങളുടെ അകത്തു നിന്ന് ജീവൻ നിങ്ങളുടെ ബോഡിയിലേക്ക് വരാതെ നിങ്ങളുടെ ഇൻവേർഡ് പാർട്സിലേക്ക് വ്യാപരിക്കാതെ തടുക്കുന്ന സ്ഥലം ഏതാ? ഹൃദയം. കർത്താവേ വരുന്നു. മനസ്സ്, ഹൃദയം, പിന്നെ ബൈബിൾ എന്തൊക്കെ അവയവുണ്ട്? അല്ല, ശരീരത്തിൽ എന്തൊക്കെ അവയവുണ്ട്? എല്ലാം കൂടെ പറ. നമ്മുടെ ദേഹി. പറഞ്ഞു. എല്ലാം വരട്ടെ. എല്ലാവരും കൂടെ ചേർന്ന് ഒരു പുസ്തക കമന്ററി എഴുതണം കേട്ടോ. നമുക്ക് ഷാലോം കമന്ററി എന്ന് പറഞ്ഞിട്ട് പല അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങൾക്കായി സ്തോത്രം. ഞാൻ പറഞ്ഞതും കൂടെ പറയാൻ വന്നതും കൂടെ പോകും. ഇനി ശ്രദ്ധിക്കൂ. നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയമാണ് ഇതിനെ തടുക്കുന്ന. ജീവൻ നിങ്ങൾ തുറക്കാതെ തടുക്കുന്നത് ഹൃദയമാണ്. നമ്മൾ 4-ാം അധ്യായത്തിന്റെ 23 കണ്ടു. ഇപ്പൊ നിങ്ങൾക്ക് ഈ വാക്യം വായിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഒന്ന് വായിച്ച ഒരാള്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. മതി. ഇംഗ്ലീഷ് ഒരാൾ വായിച്ചേ. തമിഴ് വായിക്കാൻ അറിയുന്ന ഒരാൾ ഇംഗ്ലീഷ് വായിക്കൂ. For this is the covenant that I will make with the house of Israel after those days, saith the Lord. I will put my laws into മതി അത്ര കിട്ടിയാൽ മതി. I will put my laws into their mind. നമ്മൾ അടുത്തുകൂടെ വായിച്ചോ. ഓക്കെ, അടുത്തുകൂടെ വായിച്ചോ. And write them in their hearts, and I will be to them a God, and they shall be to me a people. നോക്കിയേ, ഞാൻ എൻ്റെ ന്യായപ്രമാണങ്ങൾ, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ പദം നിങ്ങൾ ശ്രദ്ധിക്കാനാണ്. അതാവുന്നില്ലല്ലോ. പോയി, ആ വാക്യം പോയോ? ഈ വാക്യം ശ്രദ്ധിക്കാനാണ് ഞാൻ ആ വാക്ക് പറയുന്നത്. ഈ വാക്ക് ശ്രദ്ധിക്കണം. I will put my laws into their mind and write them in their hearts. അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ എഴുതും. ഞാൻ അവരുടെ മനസ്സിൽ എൻ്റെ ന്യായപ്രമാണങ്ങൾ ആക്കി ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ അത് എഴുതും. ഇനി 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ഇത് വ്യത്യാസം. ഈ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്നവർ, വചന ശുശ്രൂഷയെ സ്നേഹിക്കുന്നവർ ഇതിന്റെ വ്യത്യാസം ഒന്ന് പറയണം കേട്ടോ. വായിച്ചു, ഈ വാക്യം വായിച്ച മോളെ. ഇംഗ്ലീഷ് വായിച്ചോ, മലയാളം വായിച്ച സമയം കളയണ്ട. This is the covenant that I will make with them after those days, saith the Lord. I will put my laws into their hearts, and in their minds will I write them. I will put my laws into their hearts, and in their minds will I write them. എന്താ മോളെ എൻ്റെ അർത്ഥം? ഞാൻ എൻ്റെ ന്യായപ്രമാണങ്ങൾ അവരുടെ ഹൃദയങ്ങളിലാക്കി ഞാൻ അവരെ മനസ്സിലെഴുതും. കിട്ടിയോ? കിട്ടി. അപ്പൊ എന്താണ് രണ്ട് വാക്യങ്ങൾ നമ്മൾ വ്യത്യാസം എന്താ? ആദ്യം അത് പറ. ഒന്നിൽ ഹൃദയത്തിൽ ഉള്ളിലാക്കി എന്ന് പറയുന്നു, മറ്റേതിൽ മനസ്സിൽ ഉള്ളിലാക്കി എന്ന്. അതൊന്നും കൂടെ തെളിച്ചു പറ. ആദ്യം പറഞ്ഞത് എന്താണ്? ഹൃദയത്തിലാക്കി മനസ്സിൽ എഴുതും. രണ്ടാമത് വന്നപ്പോ എന്താ പറഞ്ഞത്? മനസ്സിലാക്കി ഹൃദയത്തിൽ എഴുതും. മനസ്സിലാക്കുകയല്ല, മനസ്സിൽ ആക്കി. അത് മലയാളത്തിൽ അങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കുക എന്നർത്ഥമല്ല. മനസ്സിനകത്തേക്ക് ന്യായപ്രമാണമാക്കി ഞാൻ അത് ഹൃദയങ്ങളിൽ എഴുതും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിലും മനസ്സിലും എഴുതുന്നുണ്ടോ? ഒരു വാക്യം ഉണ്ടോ നോക്കി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും പുതിയ നിയമ ശുശ്രൂഷയിലൂടെ എഴുത്ത് നടക്കുന്നുണ്ടെന്ന് പറയുന്ന ബൈബിളിൽ ഒരു വാക്യം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ നോക്കിയേ. 2 കൊരിന്ത്യൻസ് 3. അതാരാ? ബോബി സിസ്റ്റർ ആണോ? ആരാ പറഞ്ഞത്? താങ്ക് യു സിസ്റ്റർ. ഞാൻ ഈ വക വാക്യങ്ങൾ പറഞ്ഞ അപ്പൊ ബോബി സിസ്റ്റർ ചാടി പിടിക്കും. അത് കൃപ. എടുത്തോ സിസ്റ്റർ, വാക്യം എടുത്തോ. ഒരാളെ വാക്യം വായിച്ചോ. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമോ 3-ാം അധ്യായത്തിന്റെ
ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഇതാണ് പാസ്റ്റർ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. അത് തന്നെ. അടുത്ത വാക്ക്. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷികൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. പുതിയ ഉടമ്പടിയെ കുറിച്ച് പഠിപ്പിക്കുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. അത് കവനന്റ് എന്താന്ന് പറയുകയാണ്. ഹലോ, നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കരുത് കേട്ടോ, അത് എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമാണ്. നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കരുത്. പക്ഷേ ഇത് ഭയങ്കര കട്ടിയാണ് ഇത് പറയാൻ. കാരണം ഇതൊന്നും സാധാരണ എവിടെയും ഇനി ക്ലാസ്സിലെടുത്താൽ തന്നെ സൂം മീറ്റിങ്ങിൽ എടുക്കുകയില്ല. കാരണം ഇതൊന്നും ഒരു സ്തോത്രം പറയുന്നതോ സന്തോഷം ഉണ്ടാക്കുന്നതോ ഒന്നും അല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഈ ആദ്യ അവസാനം ശ്രദ്ധയോടെ കേൾക്കണം. ഈ ക്ലാസ് മാത്രമല്ല, അടുത്ത നാളത്തെ ക്ലാസ് കൂടെ കേൾക്കണം. കാരണം ഇത് ഈ 4 ഭാഗത്തേക്ക് ഇത് ചലിക്കുന്നത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഒന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഹൃദയത്തിൽ ആക്കി ഞാൻ അവരെ മനസ്സിൽ എഴുതും. അടുത്തത്, ഞാൻ അവരെ മനസ്സിൽ ആക്കി ഞാൻ അവരെ ഹൃദയത്തിൽ എഴുതും. അപ്പൊ എൻ്റെ ചോദ്യം, എവിടെയൊക്കെ എഴുത്തു മടക്കുന്നുണ്ട്? ഹൃദയത്തിലും മനസ്സിലും. അപ്പൊ ഹൃദയത്തിലും മനസ്സിലും എഴുത്തു മടക്കുന്നുണ്ട്. ആരെഴുതുന്നുണ്ട്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എഴുതി ചേർക്കുന്നുണ്ട്. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിൽ, കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസഫലകയിൽ ന്യൂ കവനന്റിന്റെ ശുശ്രൂഷയാൽ ഒരു എഴുത്തു മടക്കുന്നുണ്ട്. ന്യൂ കവനന്റിന്റെ ശുശ്രൂഷ ബൈബിളിലെ കുറെ പദപ്രയോഗങ്ങളുടെ അർത്ഥവ്യാപ്തി കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കുന്നതല്ല. പുതിയ നിയമ ശുശ്രൂഷ നിങ്ങളുടെ വിഷയങ്ങളെ സംബന്ധിച്ച് കുറെ ദൈവിക ദൂതുകൾ പറഞ്ഞ് നിങ്ങളെ പിപ്പിടി കാണിക്കുന്നതല്ല. ഇതൊക്കെ നല്ല കാര്യം, എല്ലാം നടക്കട്ടെ. പുതിയ നിയമ ശുശ്രൂഷ നിങ്ങളെ ഒരു അത്ഭുത ശുശ്രൂഷ കാണിച്ച് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നതല്ല. ഇതെല്ലാം ഇതിന്റെ ബൈ പ്രൊഡക്റ്റുകളാണ്. പുതിയ നിയമ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ മനസ്സിലും അവന്റെ ആത്മാവിനാൽ എഴുതി ചേർത്ത് നിങ്ങളെ അവനെ പോലെയാക്കുന്നതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, പഴയ ഉടമ്പടിയിലെ പ്രമാണങ്ങൾ എവിടെയാണ് എഴുതിയത്? കൽപ്പലകയിൽ. പുതിയ ഉടമ്പടിയിലെ നിയമങ്ങൾ എവിടെയാണ് എഴുതുന്നത്? ഹൃദയം എന്ന മാംസപലക. ഒന്നും കൂടെ പറഞ്ഞാലേ എനിക്ക് ഇഷ്ടം വരുള്ളൂ. മനസ്സിലും. അങ്ങനെ പറ. നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ മനസ്സിലും എഴുതുമ്പോഴാണ് ന്യൂ കവനന്റിന്റെ വാഗ്ദത്ത പ്രകാരം നിങ്ങളെ അവനെ പോലെയാക്കുന്നത്. ഓക്കെ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ചിന്തിക്കുന്നു. ഇനി സമയം 9:22, 8 മിനിറ്റുള്ള. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങും എത്തുകയില്ല. ഒറ്റ വാക്ക് പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ന്യായപ്രമാണം, ഞാൻ എൻ്റെ പ്രമാണം അവരുടെ ഉള്ളിലാക്കി. ആ വാക്യം 8-ാം അധ്യായത്തിന് എത്രാം വാക്യമായിരുന്നു? അത് 10-ാം വാക്യം. 8:10. ഒന്നുകൂടെ വായിച്ചു, ഒരാളുകൂടെ വാക്യം വായിച്ചു. 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഇത് നിങ്ങളെ ശ്രദ്ധയോടെ ഇന്ന് ധ്യാനിക്കുക. 8:10. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. അവിടെ മോളെ ഒരാളെ ഇംഗ്ലീഷിൽ ശ്രദ്ധിച്ചു നിങ്ങൾ. അവിടെ നിയമം എന്ന ഒരു വാക്കല്ല, നിയമം അവിടെ പ്ലൂറലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിയമങ്ങൾ, ലോസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ പുതിയ ഉടമ്പടി വാക്തത്വമായി പറഞ്ഞിരിക്കുന്ന പ്രധാനമായ പുസ്തകങ്ങളാണ് യിരെമ്യാവിന്റെ പുസ്തകം, യെഹെസ്കേലിന്റെ പുസ്തകം. അതിനകത്ത് യിരെമ്യാവിന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം നോക്ക്. ഈ വാക്യമാണ് പൗലോസ് അവിടെ അടർത്തി എഴുതിയത്. ഒന്ന് വായിച്ചോ, മലയാളത്തിൽ ആദ്യം വായിച്ചോ, എന്നിട്ട് ഇംഗ്ലീഷിൽ എല്ലാവരും ശ്രദ്ധിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ലോസ് എന്നാണോ ലോ എന്നാണോ എന്ന് നോക്കണം. ആദ്യം മലയാളത്തിൽ വായിച്ചേ. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും.
ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവൻ എനിക്ക് ജനമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി ആരും പറയണ്ട യഹോവയെ ഉപദേശിക്കാൻ, അല്ലെ യഹോവയെ അറിയാൻ. ആരും ആപാല വൃന്ദം എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങൾ മോചിക്കും, അവരുടെ പാപം ഞാൻ ഇനി ഓർക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ഇവിടെ ഇനി ഇംഗ്ലീഷ് വായിക്കുന്ന ഒരാൾ വായിച്ച് 33 വാക്യത്തിന്റെ പകുതി വരെ വായിച്ചാൽ മതി, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ മാത്രം വായിച്ചാൽ മതി. ഐ വിൽ പുട്ട് മൈ But this shall be the covenant that I will make with the house of Israel. After those days, say the Lord, I will put my law in their inward parts. മതി അവിടെ അത്രയും കിട്ടിയാൽ മതി നമുക്ക്. ഐ വിൽ പുട്ട് മൈ ലോ. കണ്ടോ നിങ്ങൾ, അത് മതി, ഒറ്റ വാക്ക്. ഐ വിൽ പുട്ട് മൈ ലോ. ഇൻവേർട്ട് പാർട്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അവിടെ നിങ്ങൾ ലോ എന്ന് കണ്ടോ? എന്നാൽ നിങ്ങൾ എബ്രായ ലേഖനം 8:10 വന്നേ. ഇവിടെ എഴുതിയിരിക്കുന്ന മോളുമൻ ഇംഗ്ലീഷ് വായിച്ച് ആ വാചകം മാത്രം വായിച്ച്. ഐ വിൽ പുട്ട് മൈ ലോസ്. അത്രയും മതി. ഐ വിൽ പുട്ട് മൈ ലോസ്. എബ്രായ ലേഖനം ഐ വിൽ പുട്ട് മൈ ലോസ് 8:10, 10:16 രണ്ട് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഐ വിൽ പുട്ട് മൈ ലോസ്. ഐ വിൽ പുട്ട് മൈ ലോസ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എങ്കിലാണ് അടുത്ത കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ ന്യായപ്രമാണങ്ങൾ അവരെ ഉള്ളിലാക്കും. കണ്ടോ? എന്നാൽ എന്നാൽ യിരെമ്യാവിന്റെ പുസ്തകത്തിൽ എഴുതിയത് അത് പ്ലൂറലായിട്ടല്ല എഴുതിയത് സിംഗുലർ ആയിട്ടാണ്. 31:33 ഒന്നും കൂടെ വായിച്ച് നമുക്ക് ഭാഗം വിടാം. ഇവന്റെ അർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. ഈ വാക്യോട് വായിച്ചേ. ആ വാക്യ ശ്രദ്ധിക്കുക, എല്ലാവരും വാക്യ ശ്രദ്ധിക്കുക. പോയോ? എന്നാൽ ഈ കാലം കഴിഞ്ഞ ഇംഗ്ലീഷിൽ ഒറ്റ വാക്ക് വായിച്ചാൽ മതി. ലോസ്. ഈ വ്യത്യാസം കാണാൻ. I will put my law in their inward parts. മതി. നമുക്ക് അത്രയും മതി. അവിടെ നിൽക്കട്ടെ. സ്തോത്രം. ഷസ്കനാദിര പ്രൗഢവന. ഞാൻ തന്നെ ഇത് കാണിക്കുന്നു, ഞാൻ തന്നെ ഇത് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ തപ്പുന്നത് കേട്ടോ ഇടയ്ക്ക്. ഓക്കെ. സാധാരണഗതിയിൽ ഇതൊക്കെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? പാസ്റ്റർ വാക്യം പറഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് ആരൊക്കെ പറയും. നമ്മുടെ അവിടെ ആരും അങ്ങനെ പറയുന്നില്ല. അപ്പം നിങ്ങളാരും പറയാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഞാനിതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു. ഞാനൊരു സൂപ്പർ നാച്ചുറലായി മാറിക്കൊണ്ടിരിക്കുക. ഒരു വിഷമം നിങ്ങൾക്കത് പറഞ്ഞപ്പോൾ അല്ലേ? നമ്മൾ സമർപ്പണത്തോടെ എന്ത് കാര്യവും ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുമെന്നുള്ള ചിന്ത ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ദൈവത്തിന് സകലതും സാധ്യം. അടുത്ത വാക്ക് പറയും, വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കൂ. നിങ്ങൾക്കിപ്പോ ഞാൻ ഈ പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഉടമ്പടി എഴുതിയപ്പോ തമ്പുരാൻ പിതാവ് പറഞ്ഞു, ഞാൻ എൻ്റെ ന്യായപ്രമാണം ലോ. ആ വാക്ക് ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ ലോ, അത് സിംഗുലറും പ്ലൂറലും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഏകവചനവും ബഹുവചനവും. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി. കണ്ടോ? പഴയ നിയമത്തിൽ ഉടമ്പടി പറഞ്ഞപ്പോൾ പറഞ്ഞത് ന്യായപ്രമാണം ഉള്ളിലാക്കി. ലോ ഞാൻ ഉള്ളിലാക്കും, ഹൃദയത്തിലാക്കും, മനസ്സിലാക്കും. ഹൃദയത്തിലാക്കിയാൽ മനസ്സിലെഴുതും, മനസ്സിലാക്കിയാൽ ഹൃദയത്തിലെഴുതും. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ പൗലോസ് എടുത്തെഴുതി. ഇത് ലോസ് ആണ്, ഇത് പ്ലൂറലാണ്. നമുക്ക് മനസ്സിലായി നമ്മൾ അവനെ പോലെ ആകുന്നത്. ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ നിർത്തും. കഴിഞ്ഞ ശേഷം നമുക്ക് സംശയമുള്ളവരുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഇതിൻ്റെ സംശയ നിവാരണം വരുത്തിയതാണ്. ഇത് നിങ്ങളുടെ അകത്ത് കയറണം. നിങ്ങളുടെ ആത്മാവിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ ആത്മാവ്, അവൻ്റെ ജീവൻ. പുതിയ നിയമത്തിൽ നിങ്ങൾ അവനെ പോലെ ആകുന്നത് അവൻ്റെ ജീവനാലാണ്. എന്തായി ന്യായപ്രമാണം? ന്യായപ്രമാണം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ് അല്ലേ? കർത്താവിൻ്റെ സ്വഭാവമല്ലേ ന്യായപ്രമാണം? അപ്പൊ ആ ന്യായപ്രമാണം എന്ന് പറയുന്നത് അവന്റെ ജീവനിൽ ഇൻപെക്റ്റ് അല്ലേ? അതുകൊണ്ടാണ് കൽപ്പനയായി പറഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കളോട്
നിങ്ങൾ മോഷ്ടിക്കരുത് പറഞ്ഞു, നിങ്ങൾ കൊലപാതകം ചെയ്യരുത് പറഞ്ഞു. എന്നാൽ അവൻ വന്നപ്പോൾ അവന്റെ പ്രമാണം പറഞ്ഞപ്പോൾ അവന്റെ സ്വഭാവം പറഞ്ഞു, നിങ്ങളൊരു മനുഷ്യനെ നിസ്സാര എന്ന് പറയരുത്. കണ്ടോ, നിസ്സാര എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊലപാതകനാകുന്നു. അപ്പോൾ അവന്റെ ജീവന്റെ സ്വഭാവം ഒരു വ്യക്തിയെ നിസ്സാര എന്ന് പറയില്ല. അത് ആക്ഷനിലേക്ക് വരുമ്പോൾ അത് കൊലപാതകമായി മാറുന്നു. ന്യായപ്രമാണമായി വന്നപ്പോൾ നമ്മുടെ അകത്ത് വന്നിരിക്കുന്നവൻ ഒരു മനുഷ്യനെ നിസ്സാര എന്ന് പറയാത്തവനാണ്. അപ്പോൾ ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് നമ്മൾ അവനെ പോലെ ആവുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ അവനെ പോലെ ആകുന്നത് അവന്റെ ജീവനാലാണ്. ഇപ്പോൾ ആ ജീവൻ നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആത്മാവിലാണ്. നിങ്ങൾ വളരുമ്പോൾ ഈ ജീവൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരും, ഈ ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെട്ടു വരും. 2 വാക്യമാണ് പറഞ്ഞത്. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ തൃശ്ശൂർ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു സമ്മാനം ഞാൻ തരും. 2 വാക്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അവന്റെ ജീവൻ നിങ്ങളുടെ മനസ്സിൽ വെളിപ്പെടും, അവന്റെ ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടും. റെഫറൻസ് പറയാവോ? പുസ്തകം നോക്കാതെ. റോമൻസ് 5:11 മനസ്സിലേക്ക് വരും. റോമൻസ് 8:10-11 വാക്യങ്ങൾ ശരീരത്തിൽ. റോമർ 5 കേട്ടില്ലേ ബോബി സിസ്റ്റർ? റോമൻസ് 5:10 ദൈവത്തിന്റെ നിരപ്പ് നിങ്ങൾ നിരന്ന ശേഷം അവന്റെ ജീവനാൽ എത്ര. അവിടെ മനസ്സിൽ വരുന്നില്ല, കൃത്യമായിട്ട് മനസ്സിൽ വരുന്ന പറയുന്നൊരു വാക്യമുണ്ട്. റോമൻസ് 8:10-11 8:6 ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവുമാണ്. കറക്റ്റ് വാക്യമാണത്. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിറയാൻ തുടങ്ങും. അതിന്റെ അർത്ഥവ്യാപ്തി ഞാൻ പറയും അടുത്ത ക്ലാസ് എടുക്കും. ഇന്നിപ്പോ 9:30 ആയല്ലോ. ശരീരത്തിൽ വെളിപ്പെടും. 2 കൊരിന്ത്യർ ലേഖനം 4:10 യേശുവിന്റെ ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടും. ഓക്കെ, അപ്പൊ ഇനി ഈ ജീവൻ നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും വെളിപ്പെട്ടു വരുമ്പോഴാണ് നിങ്ങൾ അവനെ പോലെ ആകുന്നത്. അത് തുറക്കുന്നത് നിങ്ങളുടെ ആത്മാവിൽ നിന്നാണെങ്കിൽ അതിനെ തടുക്കുന്നത് 1 നിങ്ങളുടെ ഹൃദയമാണ്, 2 നിങ്ങളുടെ മനസ്സാണ്, 3 നിങ്ങളുടെ വിൽ പവറാണ്, 4 നിങ്ങളുടെ ഇമോഷനുകളാണ്. ഒരാൾ പറയാൻ പറ്റുന്ന നോക്കിയ 4 എണ്ണം. എനിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിട്ടാ. വിൽ പവർ, ഇമോഷൻ. ആദ്യം ഒന്നുകൂട്ട് പറ. ഹൃദയം, മനസ്സ്, വിൽ പവർ, ഇമോഷൻ. 1 നിങ്ങളുടെ ഹൃദയം, 2 നിങ്ങളുടെ മനസ്സ്, 3 നിങ്ങളുടെ വിൽ പവർ, 4 നിങ്ങളുടെ ഇമോഷൻ. ഈ 4 മേഖലകളെ അവന്റെ ജീവനാൽ നിറയ്ക്കുവാൻ നിങ്ങൾ സമർപ്പിതരായി പ്രാർത്ഥിക്കുമ്പോൾ, റെവലേഷനിലേക്ക് വരുമ്പോൾ, ആ ജീവനാൽ നിറയുമ്പോഴാണ് നിങ്ങൾ അവനെ പോലെ ആകുന്നത്. 4 മേഖല ഒന്ന് പറഞ്ഞോ. 4 മേഖല. ഹൃദയം. ഞാൻ മനസ്സിലാക്കാൻ പറയാം. നിങ്ങൾക്ക് കുശുമ്പ് തോന്നുന്നത് എവിടെയാ? ആരോടാ ചോദിക്കണ്ടേ? കുശുമ്പ് ഏറ്റവും കൂടുതലുള്ള ആളാരാ? നിങ്ങൾക്ക് അസൂയ തോന്നുന്നത് എവിടെയാ? പറ. ഈ ചിന്ത മനസ്സിലല്ലേ? നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയുന്നൊരു അവബോധം ഉണ്ടാകുന്ന നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലല്ലേ? ഇത് നാളെ ഞാൻ ഇതിൻ്റെ എല്ലാം വാക്യങ്ങൾ തരാം കേട്ടോ. ഇതിൻ്റെ എല്ലാം വാക്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ തരാം. വെറുതെ നിങ്ങൾ ചാട്ടവും ബഹളം ഉണ്ടാക്കി മാത്രം പോകരുത്. ഞാൻ നന്നായി ചാടുന്നയാളാണ്, നന്നായി ഉപവസിക്കുന്നയാളാണ്, ഇതെല്ലാം വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ കൃത്യമായിട്ട് ഇത് ബൈബിളിൽ നിന്ന് നിങ്ങൾ കാണണം. നിങ്ങളുടെ ഹൃദയമാണ് ഇതിൻ്റെ പ്രശ്നം, നിങ്ങളുടെ മനസ്സാണ് ഇതിൻ്റെ പ്രശ്നം, നിങ്ങളുടെ വിൽ പവറാണ് ഇതിൻ്റെ പ്രശ്നം, നിങ്ങളുടെ ഇമോഷനാണ് ഇതിൻ്റെ പ്രശ്നം. ഭാര്യമാർ പറയാറുണ്ട്, ഞാനൊന്ന് ശരിയാകാൻ തീരുമാനിച്ചപ്പോൾ അന്ന് അങ്ങേര് ബഹളം ഉണ്ടാക്കി, ഇങ്ങേരെന്നെ യേശുവിനെ പോലെ ആകാൻ സമ്മതിക്കില്ല. ഇല്ല, കേട്ടില്ലേ നിങ്ങൾ?
ഇല്ലേ? എൻ്റെ തല കുലുക്കുമ്പോൾ കാണുമ്പോൾ ആ കുലുക്കിൽ കാണുമ്പോൾ തന്നെ അറിയാം. ഭർത്താക്കന്മാർ പറയും ഇവളെ കെട്ടിയതിന് ശേഷം എത്ര നന്നായിരുന്നു. ലിൻസി വല്ല മുഖം ലിൻസി ഞാൻ എന്ത് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാവം പുറത്ത് കാണിക്കാതിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ. ആരും മനസ്സിലാക്കരുത് ആരെയാണ് പറയുന്നതെന്ന്. അപ്പൊ നിങ്ങൾ യേശുവിനെ പോലെ ആകാൻ തടസ്സം നിങ്ങളുടെ ഭർത്താവല്ല. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടാവില്ല. നിങ്ങളുടെ ഭർത്താവല്ല, നിങ്ങളുടെ ഭാര്യയല്ല, നിങ്ങളുടെ മക്കളല്ല, നിങ്ങളുടെ പാസ്റ്ററല്ല, നിങ്ങളുടെ സഭയല്ല. നിങ്ങൾ യേശുവിനെ പോലെ ആകാൻ തടസ്സം നിങ്ങൾ മാത്രമാണ്. ആമേൻ. അതിനും അന്നമ്മാമച്ചി മാത്രം ആമേൻ പറഞ്ഞു. ഇനി ഞാൻ ഓരോരുത്തർ ചോദിക്കാം. എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ് ആരാ നിങ്ങൾ യേശുവിനെ പോലെ ആകാൻ തടസ്സം ആരാന്നൊന്ന് പറഞ്ഞ് കേക്കട്ടെ. നമ്മള് തന്നെ. നമ്മളല്ല, നമ്മളൊന്നും അത് വേണ്ട. ആ കൂട്ടത്തിൽ പാട്ട് വേണ്ട. കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും എല്ലാവർക്കും സുഖമുള്ള കാര്യം. ആരാന്ന് കറക്റ്റ് ആയിട്ട് പറ. അങ്ങനെ പറ. ഞാനാണ് തടസ്സം. എനിക്കൊരു ഹൃദയമുണ്ട്, എനിക്കൊരു ഇമോഷൻ ഉണ്ട്, എനിക്കൊരു വിൽ പവർ ഉണ്ട്. ആരോ ആകാശത്തിലേക്ക് നോക്കി ആലോചിക്കുന്നു. അങ്ങനെ തന്നെയാണോ? അല്ല, പിശാചിനെ പാസ് കുറ്റം പറഞ്ഞില്ലല്ലോ. അങ്ങനല്ലേ നമ്മുടെ ചർച്ചിൽ വന്ന പ്രവാചകന്മാര് ഇവിടെ എന്താ ഒരു ഇതുണ്ട്. അയ്യോ എന്താ ഈ ചർച്ചിനകത്ത് ദൈവസഭയ്ക്കകത്ത് ഭിന്നതയുടെ ആത്മാവിട്ട് വ്യാപരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ ഇരുട്ടിൽ പറന്നു വരുന്നത് ഞാൻ ശാസിക്കുക. എല്ലാവരും കൂടെ കൈയടിക്കുക. ആരാ വഴക്കുണ്ടാക്കുന്നവര്? ഈ വേഷം കെട്ടൊക്കെ നിർത്തണം മക്കളെ. നിങ്ങളുടെ ചർച്ചിനകത്തോ നിങ്ങളുടെ വീട്ടിനകത്തോ വഴക്കുണ്ടാക്കുന്ന പിശാചല്ല. പിശാച് അവന് കാര്യങ്ങളിട്ട് വരാം. സാരമില്ല, 5 മിനിറ്റ് കേക്ക്. നിങ്ങൾ 5 മിനിറ്റ് കേക്ക്. നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ആള് നിങ്ങൾ തന്നെയാണ്. അതെ. ഒരാള് നന്നായിട്ട് കൈവക്കി. ഒന്നല്ല, ഞാൻ പെട്ടെന്ന് ഞാൻ ഒരാളുടെ മുഖത്തേക്ക് നോക്കി കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ആള് ഞാനെന്ന് പറയാവോ? എൻ്റെ ഇമോഷനിൽ പെട്ടെന്ന് എനിക്ക് വികാരം ഉണ്ടാകുന്നു. അങ്ങേരൊരു കാര്യം പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു. അതെവിടെയാ ദേഷ്യം വരുന്നത്? അങ്ങേര് പറഞ്ഞുകൊണ്ടാണോ? നീ ശരിയാവാത്തോണ്ടാണോ? പറ. ശരിയാവാത്തോണ്ട്. അപ്പൊ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണേ? എന്തിനാ തമ്പുരാൻ ഇങ്ങനെ പറയാൻ അനുവദിച്ചേ? തമ്പുരാൻ ഇങ്ങനെ പറയാൻ അനുവദിച്ചു നിന്നെ യേശുവിനെ പോലെ ആക്കാനാ. അങ്ങനെ പറയുമ്പോഴാണ് അറിയുന്നത് നീ യേശുവിനെ പോലെ ആയോന്ന്. ഇത് 50 വർഷം ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിച്ചു. എന്നിട്ട് ഇന്ന് വരെ വഴക്കുണ്ടാക്കാത്തതുകൊണ്ട് അവർക്കൊരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാവരും കൂടെ, നാട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് വന്ന ചാനലുകാരൊരു ചോദ്യം ചോദിച്ചു, അച്ഛാ എങ്ങനെയാണ് നിങ്ങൾ 50 വർഷം ഒരിക്കലും വഴക്കുണ്ടാകാതെ ജീവിച്ചത്? അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, മോനെ ഞങ്ങൾ കല്യാണം കഴിച്ച് അന്നൊരു കാര്യം തീരുമാനിച്ചിരുന്നു, എപ്പോഴെങ്കിലും അവൾ ദേഷ്യപ്പെട്ടാൽ ഞാൻ ഇറങ്ങി നടക്കാൻ പോകും, എപ്പോഴെങ്കിലും ഞാൻ ദേഷ്യപ്പെട്ടാൽ അവൾ ഇറങ്ങി നടക്കാൻ പോകും. മോനെ കഴിഞ്ഞ 50 വർഷം പകൽ മൊത്തം ഞാൻ റോട്ടിൽ കൂടെ മടക്കുകയായിരുന്നു, രാത്രിയിലും ചിലപ്പോൾ പോകേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെ ജീവിച്ചത്, ഇവർക്ക് അവാർഡ് കൊടുത്തത് റോട്ടിൽ കൂടെ മടന്നേനാ, ആരെ പോലെ ആയിട്ടല്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഈ തട്ടിപ്പെല്ലാം കളഞ്ഞ് യേശു കാൽവറിയിൽ മരിച്ചത് നാം അവനെ പോലെ ജീവിക്കാനാണ്. സമയം ഓടിപ്പോയി ഇച്ചിരി കൂടിപ്പോയി സമയമൊന്ന് ക്ഷമിക്കുക. എനിക്ക് വിഷയം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ജീവിച്ചാൽ മതിയോ? പറ, ആരെങ്കിലും പറ, നമുക്കിങ്ങനെ ജീവിച്ചാൽ മതിയോ? എങ്ങനെയും മരിച്ചു സ്വർഗത്തിൽ പോയാൽ മതിയോ? ജീവിക്കുന്നെങ്കിൽ ഇനി ഒരു ദിവസം പോലും വൈകാതെ അവനെ പോലെ ജീവിക്കണ്ടേ നമുക്ക്? നിങ്ങളെ അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ ദൈവം മുൻ നിയമിച്ച് വെച്ചിരിക്കുക എന്നുള്ള വാക്യം നിങ്ങൾക്കറിയാമോ? അറിയാം. റോമാലേഖനം 8:29 തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ അവൻ നിങ്ങളെ മുൻ നിയമിച്ച് വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഇപ്പം പറയണം കർത്താവിനോട്, കർത്താവേ ഞാൻ യേശുവിനെ പോലെ ആകാൻ തടസ്സം വേറെ ആരുമല്ല, ഞാനാണ്. എൻ്റെ ചിന്ത, എൻ്റെ ഹൃദയം, എൻ്റെ വിൽ പവർ, എൻ്റെ ഇമോഷൻ, ഇതെല്ലാം അങ്ങയുടെ വചനത്തിനും അങ്ങയുടെ സ്വഭാവത്തിനും വിരോധമാണ്. ഞാൻ ഇന്ന് രാത്രി സമർപ്പിക്കുകയാണ്. എന്നെ സഹായിക്കണമേ. 1-2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ഇതിനകത്ത് ഇനി ഹൃദയവും വിൽ പവറും മനസ്സും ഒക്കെ നമ്മൾ നാളെ എടുക്കാൻ പോവുക. ഇത് മുഴുവൻ നമ്മൾ യേശുവിനെ പോലെ ആകും കേട്ടോ. നിങ്ങൾ യേശുവിനെ പോലെ ചിന്തിക്കും,
നിങ്ങൾ യേശുവിനെ പോലെ തീരുമാനിക്കും. നിങ്ങളുടെ ഡിസയർ യേശു ആഗ്രഹിക്കുന്ന ആഗ്രഹമായി മാറും. നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ പർപ്പസ് യേശുവിനെ പോലെയായി മാറും. എന്താണോ പിതാവിൻ്റെ അകത്തുള്ള ലക്ഷ്യങ്ങൾ, അതിലേക്ക് നിങ്ങൾ കുതിക്കാൻ തുടങ്ങും. നിങ്ങൾ യേശുവിനെ പോലെ ആകും. നിങ്ങൾക്കൊരു പുതിയ ഹൃദയം ദൈവം തരും. നിങ്ങൾ സ്പിരിറ്റ് റിലം നിങ്ങൾ സെൻസ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് തോന്നുന്നു 2-3 മിനിറ്റ്, ഞാനിതിൻ്റെ ഡീറ്റെയിലുകളിലേക്കൊന്നും പോയിട്ടില്ല. ഞാനിതൊന്ന് ഇതിനെ ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെ വരയ്ക്കുകയായിരുന്നു. ഒരു കാര്യം പറ, ഈ ഒന്നാമത് ഈ പിശാചാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് കേൾക്കുമ്പം ആമേൻ പറയുന്നവരെ ശ്രദ്ധിച്ചോളണം. നിങ്ങളുടെ വീട്ടിൽ കലക്കമുണ്ടാക്കുന്നത് പിശാചാന്ന് പറഞ്ഞിട്ട് പോരാട്ടം ഒഴിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ വിളിച്ചു വരുത്താൻ പറയുന്നവരൊക്കെ ശ്രദ്ധിച്ചോളണം. ഒക്കെ തനി തട്ടിപ്പാണ്. യഥാർത്ഥ മാനസാന്തരം അകത്ത് വന്ന് നിങ്ങൾ ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ അവൻ്റെ ജീവൻ നിങ്ങളുടെ അകത്ത് തുറക്കും. നിങ്ങൾ അവനെ ഒരു പിശാചിനും നിന്റെ വീട്ടിൽ കലക്കാൻ പറ്റുകയില്ല. ആമേൻ പറ. ഒരു പിശാചിനും നിന്റെ വീട് കലക്കാൻ പറ്റുകയില്ല. ഒരു പിശാചിനും ഒരു വീട്ടിൽ ഒരു പണിയപ്പെട്ട ഭർത്താവ് ഉണ്ടെങ്കിൽ, ഒരു പണിയപ്പെട്ട ഭാര്യ ഉണ്ടെങ്കിൽ ഒരു കുടുംബജീവിതം തകർക്കാൻ പറ്റുകയില്ല. ഒരു കുടുംബത്തിൽ തർക്കമുണ്ടാകില്ല, വഴക്കുണ്ടാകില്ല. കലമാണെങ്കിൽ തട്ടിയും മുട്ടിമിരിക്കണം. ആര് പറഞ്ഞു? നിങ്ങൾ കലങ്ങളല്ല, നിങ്ങൾ ദൈവമനുഷ്യരാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻനിയമിച്ചവരാണ്. നിങ്ങൾ ഇങ്ങനെ പണിയപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങൾ ജീവനാൽ നിറയാൻ തുടങ്ങും. നിങ്ങളുടെ കുറവ് സമ്മതിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങൾ അതിനപ്പുറത്ത് വലുതൊന്നും ചെയ്യണ്ട. യേശുവിനെ പോലെയാകാൻ നിങ്ങൾ 21 ദിവസം ഉപവസിക്കണ്ട. യേശുവിനെ പോലെയാകാൻ നിങ്ങൾ 40 ദിവസം ഉപവസിക്കണ്ട. യേശുവിനെ പോലെയാകാൻ നിങ്ങൾ ദശാംശം കൊടുക്കണ്ട. ഇതൊക്കെ പറയുമ്പോൾ ഇതെല്ലാം മറുഭാഗത്ത് ചെയ്യാൻ പറഞ്ഞ ഓരോ മേഖലകളുണ്ട്. യേശുവിനെ പോലെയാകാൻ നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട. നിങ്ങൾ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാമെങ്കിൽ ഇന്ന് രാത്രി അവ തുറക്കുന്ന ജീവന്റെ ഒഴുക്ക് സംഭവിക്കാൻ പോവുകയാണ്. അടുത്ത 1 മിനിറ്റ് അല്ല, അടുത്ത 2 മിനിറ്റ് 120 സെക്കൻഡ് എല്ലാ മൈക്കിളും, മറ്റ് ശബ്ദങ്ങളൊന്നും ഇല്ലെങ്കിൽ അടുത്ത 2 മിനിറ്റ് നിങ്ങളുടെ മൈക്കിൾ അൺമ്യൂട്ട് ചെയ്യുക. ഒന്ന് കരം പറ്റി പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. ഈ ലൈഫ് നിന്റെ അകത്തുനിന്ന് ഒഴുകാൻ പോവുകയാണ്. ഇതാണ് കർത്താവ് പറഞ്ഞത്. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ വിശ്വസിക്കുന്നവരിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. ഹോ റബന. കർത്താവ് പറഞ്ഞു ജീവജലത്തിന്റെ നദിയല്ല, നദികളാണ് ഒഴുകുന്നത്. നദികളാണ് ഒഴുകുന്നത്. നദികളാണ് ഒഴുകുന്നത്. ന്യായപ്രമാണമല്ല, ന്യായപ്രമാണങ്ങളാണ് തുറന്നു വരുന്നത്. ഷാപനാദിന. ഒന്ന് കരമടിച്ച് പ്രാർത്ഥിച്ചോ. ഒന്ന് കരമടിച്ച് പ്രാർത്ഥിച്ചോ. അത് തുറന്നു വരും. നിന്റെ സ്പിരിച്വൽ റിലത്തിനകത്ത് വെളിപ്പെട്ടു വരും. പ്രാർത്ഥിച്ചോ. അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചോ. അപരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചു. ചില മിനിറ്റുകൾ, 1-2 മിനിറ്റുകൾ. ഇത് ദൈവാത്മാവ് ഇടപെടുന്ന സമയമാണ്. ഇത് ദൈവാത്മാവ് തന്റെ മഹത്വം തുറക്കുന്ന സമയമാണ്. ഇത് സ്പിരിച്വൽ റിലങ്ങൾ ഓപ്പൺ ആകുന്ന സമയമാണ്. റാഭാന അമ്പൽ പ്രൗഢമന. എന്താണോ നാം ഈ മിനിറ്റുകളിൽ വചനമായിട്ട് പറഞ്ഞത് അത് മുഴുവൻ ഇവിടെ തുറന്നു വരുന്ന സമയമാണ്. അത് മുഴുവൻ ഇവിടെ തുറന്നു വരുന്ന സമയമാണ്. നിങ്ങൾ ഇതുവരെ കാണാത്തത് ഇതിന്റെ നടുവിൽ തുറക്കാൻ പോവുകയാണ്. ശബ്ദൽ ഘടകത്തിന് വചനമായിട്ട് അകത്ത് കയറട്ടെ. വചനമായിട്ട് അകത്ത് കയറട്ടെ. നിന്റെ ടെൻഷനുകൾ, നിന്റെ മുൻവിധികൾ, നിന്റെ കോപങ്ങൾ, നിന്റെ ജഡ സ്വഭാവങ്ങൾ എല്ലാം അത് നിന്നിലുമാണെന്ന്, നിന്റെ സ്വയത്തിലുമാണെന്ന്, നിന്റെ അഹങ്കാരത്തിലുമാണെന്ന് തുറന്ന് സമ്മതിച്ച് ദൈവത്തോട് പറ, കർത്താവേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എനിക്ക് നിന്റെ ജീവനാൽ നിറയണം. എനിക്ക് നിന്നെ പോലെ ആകണം. ഞാൻ എൻ്റെ വാക്കുകളോട് വിരാമം കുറിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ട മക്കളെ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കണം. നിങ്ങൾ പറ്റുന്നവരെല്ലാം രാവിലെ പ്രാർത്ഥനയ്ക്ക് വരണം കേട്ടോ. 5:30 മുതൽ 6:00 വരെ നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഈ സൂമിനകത്ത് ഇന്ന് പങ്കെടുക്കുന്നവർ, ഈ സന്ദേശം ആദ്യമായിട്ട് കേൾക്കുന്നവരും ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ മറ്റൊന്നില്ല, നിങ്ങളെ ഞങ്ങൾ വിളിക്കുകയോ നിങ്ങളോട് മറ്റ് യാതൊരു കാര്യം പറയുകയില്ല. ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകൾ, ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഒരു പേഴ്സണൽ കോണ്ടാക്ട് ഷാലോമിൽ നിന്നും നിങ്ങളുടെ പുറകെ വരികയില്ല. ഒരു കാര്യത്തിൽ നിങ്ങളെ വിളിക്കുകയില്ല. പക്ഷേ നിരന്തരമായിട്ട് നിങ്ങൾക്ക് ഈ വെളിപ്പാടിൽ വളരണമെന്നുണ്ടെങ്കിൽ, ഒരു ഉണർവിനായി പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത്, നമ്മുടെ സൂമിനകത്തുള്ള ചാറ്റിനകത്ത് ഷാലോം ബൈബിൾ കോളേജിൻ്റെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും ആ ഗ്രൂപ്പിനകത്ത് ഇല്ലാത്തവരുണ്ടെങ്കിൽ, ചർച്ച് ഗ്രൂപ്പിലുള്ളവർ ഞെക്കണ്ട. ചർച്ച് ഗ്രൂപ്പിലും ബൈബിൾ കോളേജ് ഗ്രൂപ്പിലും ഞാൻ മാറി ഇതിൻ്റെ ലിങ്കുകൾ ഇടാറുണ്ട്. ക്ലാസ്സുകൾ, ഈ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ ഇടാറുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നിരന്തരമായി കേട്ട് കൃത്യമായി വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചാറ്റിനകത്ത് ബൈബിൾ കോളേജ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അതിൻ്റെ ലിങ്ക് കിടക്കുന്നുണ്ട്. മറ്റൊരു കാര്യം അതിനകത്ത് വരില്ല. ഷാലോമിലെ മീറ്റിങ്ങുകളുടെ ഫ്ലയറുകളും ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ മാത്രമേ വരികയുള്ളൂ. എന്തിനു വേണ്ടി? ഒരു തലമുറയെ ക്രിസ്തുവിനോട് അനുരൂപരായിട്ട് വളർത്താനായിട്ട്.
അതുകൊണ്ട് വചനമായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എത്തിച്ചേരാം. നാളെ രാവിലെ 5:30 മണിക്ക് ഇത് തന്നെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ക്ലാസ് എടുക്കുകയാണ്, ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ നാളെ വൈകിട്ട് നിങ്ങൾക്കറിയാം, ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല മിസ്, 1-2 കാര്യങ്ങൾ ഒഴിച്ച് ഞാൻ എൻ്റെ യാത്രയ്ക്ക് അതിനിടയിലാണ് ഞാൻ ഇവിടെ ഇരുന്ന് കൊണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ആശുപത്രി പോകണം. നമ്മുടെ ചർച്ചിൽ ഒരു ബ്രദറിൻ്റെ പിതാവ് ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കുകയാണ്. എനിക്ക് കുറേ കണക്കുകൾ എഴുതി തീർക്കാനുണ്ട്. അതിനിടയിൽ ഞാൻ സമയമുണ്ടാക്കി വരാൻ കാരണം അത്ര അമൂല്യമാണ് ദൈവാത്മ നമ്മൾ വളർത്തുന്ന വളർച്ചകൾ. ആകിയാൽ നമുക്ക് ദൈവത്തോട് സമർപ്പിതരായി നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സാബ് ബ്രദർ അല്ല വേണ്ട, ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ അടുക്കലേക്ക് അടുത്ത് വരുന്ന കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് തുറന്ന വചനത്തിനായി സ്തോത്രം. പുതിയ ഉടമ്പടി എന്താണെന്ന് ഞങ്ങൾ അല്പമായിട്ട് കേൾക്കുന്ന കർത്താവേ, അവൻ്റെ ഒരു പൂർണ്ണ രൂപം ഞങ്ങളുടെ മക്കളകത്ത് തുറന്നു കൊടുക്കണമേ. യേശുക്രിസ്തു കാൽവറിയിൽ സ്ഥാപിച്ച പുതിയ ഉടമ്പടിയാൽ ഞങ്ങൾക്ക് അവനെ പോലെയാകാം, ഞങ്ങൾക്ക് അവനിൽ വളരാം, ഞങ്ങൾക്ക് ദൈവത്തെ ആഴമായിട്ട് അനുഭവിച്ചറിയാം. കർത്താവ്, ഞങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള ഞങ്ങളുടെ വ്യക്തിത്വത്തിനകത്തുള്ള സകല മേഖലകളെയും പരിശുദ്ധാത്മാവ് ജീവനാൽ നിറച്ച് ഞങ്ങളെ അങ്ങയെ പോലെയാക്കുന്ന, പുത്രനെ പോലെയാക്കുന്ന വളർച്ച ഞങ്ങളുടെ അകത്ത് സംഭവിക്കട്ടെ. ആ വളർച്ചയാണല്ലോ ലോകം കാണാൻ പോകുന്ന ഉണർവ്. ആ ഉണർവിനായി ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. അങ്ങനെ സകല മഹത്വത്താലും മാനത്താലും അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ട ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം ഞാൻ അർപ്പിക്കുന്ന പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ ഷിജു ബ്രദർ, ഞാൻ റെക്കോർഡ് 1 മിനിറ്റ് കട്ട് ചെയ്തോട്ടെ. ആശീർവാദം പറഞ്ഞ ശേഷം ഒരു അനൗൺസും കൂടെ ഞാൻ പറയാം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്നേക്ക് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.